ഒരു ഇടപെടൽ എന്ന നിലയിലാണ് ഇവിടെ ഓരോ മീറ്റിങ്ങും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് പ്രിയപ്പെട്ട ശ്രീശൈലം പറഞ്ഞതുപോലെ ഈ വെബിനാറിലെ ആ, അവസാനത്തെ വെബിനാറാണ്. ഇനി മെയ് 19 നടക്കുന്ന വിപുലമായ സെമിനാറുകളും പുസ്തക പ്രകാശനങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ടായ്മയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ആ പ്രവേശനത്തിൻ്റെ വാതിലാണ് ഒരുപക്ഷെ ഗവേഷണ രീതിശാസ്ത്രത്തെ മുൻനിർത്തി നടത്തുന്ന ഈ വെബിനാർ. ഇത് മലയാള ഗവേഷണ ചരിത്രത്തിലെ ഒരു അധ്യായമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് കാരണം ഒരുപക്ഷെ ഗവേഷണ രീതിശാസ്ത്രത്തെ സൂക്ഷ്മമായി നമുക്ക് പരിചയപ്പെടുത്തുകയും അക്കാദമിക ഗവേഷണത്തെ സംബന്ധിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തുകയും ഒക്കെ ചെയ്ത ഒരു വലിയ ഗുരുനാഥനാണ് ഇവിടെ ഗവേഷണ രീതിശാസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ചിന്തകൾ അവതരിപ്പിക്കുന്നത്. ഞാനത് പറയുന്നത് ബെഞ്ചമിൻ സാറിൻ്റെ ഒരു ആർട്ടിക്കിൾ ഈ അടുത്ത കാലത്ത് വായിച്ചതിൻ്റെ പുസ്തകം മറിച്ച് നോക്കിയപ്പോൾ വായിച്ചു പോയതിൻ്റെ ഓർമ്മയിൽ നിന്നാണ്. അത് കെ.പി. അപ്പൻ മലയാളത്തിലെ അക്കാദമിക വിമർശനത്തെ പറ്റി ഉന്നയിച്ച ഒരു ആക്ഷേപത്തിന് ആധികാരികമായ മറുപടി നൽകിക്കൊണ്ടുള്ള ബെഞ്ചമിൻ സാറിൻ്റെ കുറിപ്പാണ്. അദ്ദേഹം ടി.എസ്. എലിയറ്റിനെയും റിച്ചാർഡ്സിനെയും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് അക്കാദമിക നിരൂപണം ഒരു സാഹിത്യ അന്തരീക്ഷത്തിൽ നിലകൊള്ളേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തിയത് ഞാൻ എൻ്റെ വായനയിൽ വീണ്ടെടുക്കുകയുണ്ടായി. മുൻപ് വായിച്ചതിനെ ഒരിക്കൽ കൂടി വായിക്കുകയുണ്ടായി. ആ അർത്ഥത്തിൽ മലയാള നിരൂപണത്തിൽ ഒരുപാട് അധ്യായങ്ങൾ, ഒരുപാട് അന്വേഷണങ്ങൾ, ഒരുപാട് ടെക്നിക്സ്, ഒരുപാട് ടൂൾസ് തന്ന ഒരു നിരൂപകൻ എന്ന നിലയിലും ക്ലാസ് മുറികളിൽ വിദഗ്ധമായ അക്കാദമിക് സൗന്ദര്യശാസ്ത്രം നിർമ്മിച്ചെടുത്ത ഒരു അധ്യാപകൻ എന്ന നിലയിലും അതെനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ബെഞ്ചമിൻ സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്ലാസ് മുറികളിൽ നമ്മുടെ റിഫ്രഷർ കോഴ്സിലെയും സാംസ്കാരിക സെമിനാറുകളിലെയും ക്ലാസ് മുറികളിൽ ഒരു വിദ്യാർത്ഥിയായി തന്നെ ഇരുന്നതിൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. ഈ ഒരു അധ്യാപനത്തിൻ്റെ സൗന്ദര്യശാസ്ത്രത്തെ മനസ്സിലാക്കി തരുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിലും ഗവേഷണ രീതിശാസ്ത്രത്തെ ചരിത്രപരമായും സാമൂഹിക ശാസ്ത്രപരമായും രീതിശാസ്ത്രപരമായും സമീപിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ മൂന്നിനെയും ഒരുപക്ഷെ ഞാൻ ഇതൊരു സ്വാഗത പ്രസംഗമായതുകൊണ്ട് കൂടുതൽ വിശദീകരിച്ചു പോകുന്നില്ല. സാറ് പറഞ്ഞ ഒരു കാര്യം എപ്പോഴും എൻ്റെ മനസ്സിൽ മുഴങ്ങാറുണ്ട്. കേരള സർവകലാശാല മലയാള വിഭാഗം ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ ഡോക്ടറൽ കമ്മിറ്റി അംഗീകാരം കൊടുക്കുന്ന ആദ്യഘട്ടം മുതൽ പിന്തുടർന്നു വന്ന ഒരു രീതി മലയാള സാഹിത്യ ചരിത്രത്തിലെ അടയാളങ്ങൾ ആദ്യം നമ്മൾ നിർമ്മിക്കുക, അതിനുശേഷം സൈദ്ധാന്തികമായ അടയാളപ്പെടുത്തലുകളിലേക്ക് പോവുക, ഏറ്റവും ഒടുവിൽ അദ്ദേഹം അതിനെ 4th ജനറേഷനിലെ ക്രിയേറ്റീവ് ആസ്പെക്റ്റിലേക്ക് പോകുന്ന തരത്തിൽ എങ്ങനെ നമുക്ക് ഗവേഷണത്തെ ചരിത്രപരമായി സമീപിക്കാമെന്നും സാമൂഹിക ശാസ്ത്രപരമായി പറയുമ്പോൾ അദ്ദേഹം സൂക്ഷ്മമായി സുകുമാർ അഴീക്കോടിൻ്റെ പ്രബന്ധത്തിന് നടത്തിയിട്ടുള്ള വിശകലനവും രീതിശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രം എന്ന് പറയാൻ ഗവേഷണ രീതിശാസ്ത്രം എന്നുള്ളത് കേവലമായ ഒരു ടെക്നിക്കൽ സബ്ജക്റ്റ് അല്ല എന്നും മറിച്ചതൊരു ജൈവികമായ പ്രക്രിയയുടെ വളരെ ബലിഷ്ഠമായ ഒരു ഭാഗമാണ് എന്നും അതിനെ നമുക്ക് എങ്ങനെ വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ആ ആലോചനകൾ ഒരുപക്ഷെ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള നിരീക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ കൃതി നമ്മുടെ മിക്കവാറും എല്ലാ കുട്ടികളും എല്ലാ ഗവേഷകരും അധ്യാപകരും വായിച്ചിട്ടുള്ളതാണ്. ആ അർത്ഥത്തിലൊക്കെ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലെ വലിയ അടയാളപ്പെടുത്തലുകളിലൊന്നാണ് ബെഞ്ചമിൻ സാർ. കേരള സർവകലാശാലയിലെ മുൻ അധ്യാപകനും ഡീനും നിരൂപകനും ഗവേഷണ രീതിശാസ്ത്ര പഠിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമെല്ലാം ഒരു വെളിച്ചവുമായ ബെഞ്ചമിൻ സാറാണ് ഇവിടെ ഈ പ്രഭാഷണം നടത്തുന്നത്, ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്നത്തെ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇതുപോലെ തന്നെ ഭരതൻ സാറിനെ സംബന്ധിച്ചും ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിന് അടുക്കൽ സത്യത്തിൽ ഇരിക്കുകയാണ്. അത് മൈത്രി ബുക്സിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ഫോക്ലോറിനെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുതിയൊരു ഫോക്ലോർ സൈദ്ധാന്തികതയിൽ തന്നെ ഒരു പുതിയ അന്വേഷണം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഭരതൻ മാഷ് ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്ന ഒരു കൃതിയാണ്.
ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്വാസ്ഥ്യത്തോടുകൂടി ഇടപെടുന്നത് ഫോക്ലോറിൻ്റെ മണ്ഡലത്തിലാണെങ്കിലും ഭാഷാചരിത്രത്തിലും ഭാഷയുടെ സൗന്ദര്യശാസ്ത്രത്തിലും നിരൂപണത്തിലും സാംസ്കാരിക പഠനങ്ങളുടെ മേഖലയിലും സാംസ്കാരിക വിമർശനത്തിലും ഭരതൻ മാഷിൻ്റെ ഇടപെടലുകൾ ഒരു പക്ഷേ നമ്മളും കേരളം തന്നെയും വളരെ വിപുലമായി തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. ഭരതൻ മാഷിനെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സുരേ ടീച്ചർ ഇവിടെയുണ്ട്, മാഡമുണ്ട്. അദ്ദേഹവും നമുക്കെല്ലാം അറിയാവുന്ന ഒരു സാന്നിധ്യമാണ്. ഈ ബെഞ്ചമിൻ സാറ് നടത്തുന്ന പ്രഭാഷണത്തിൻ്റെ പ്രതികരണങ്ങൾ എന്നുള്ള നിലയിൽ ഭരതൻ മാഷും സൂരജയുമാണ് അദ്ദേഹവുമാണ് ഇവിടെ ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്. നമ്മുടെ മനസ്സിൻ്റെ സ്വാഗതം ടീച്ചർക്കും നൽകുന്നു. എല്ലാവർക്കും ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, ഉണ്ണിസാർ അടക്കമുള്ളവരുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, മറ്റുള്ളവർ, ആദരണീയരായ മറ്റനേകം പേർ. കഴിഞ്ഞ മീറ്റിങ്ങും ഞാനിതുപോലൊരു യാത്രയുടെ ഇടയിലിരുന്നിട്ടാണ് കേട്ടത്. ചട്ടമ്പിസ്വാമികളെ സംബന്ധിച്ചിട്ടുള്ള ആ ചർച്ചയിൽ ധാരാളം ഗുരുക്കന്മാർ അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഗവേഷണ കൂട്ടായ്മയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിടവാങ്ങുന്നു. നമസ്കാരം. നമസ്കാരം ഡോക്ടർ എം എ സിദ്ദിഖ് സാറ്. അടുത്തതായിട്ട് നമ്മുടെ മുഖ്യ പ്രഭാഷണമാണ്. ഡോക്ടർ ഡി ബെഞ്ചമിൻ സാറിനെ ഏറെ ആദരവോടെ. പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടെയും അതിലേറെ ചാരിതാർത്ഥ്യത്തോടെയുമാണ് ഞാൻ ഈ വെബിനാറിൽ. സാറ് 45 മിനിറ്റ് സംസാരിക്കും, 15 മിനിറ്റ് വീതം പ്രതികരണം, അതിനുശേഷം ചർച്ചകൾ. ബെഞ്ചമിൻ സാറേ. ഹലോ, കേൾക്കാമല്ലോ സാറേ? നന്നായി കേൾക്കാം. പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞാൻ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നത്. എൻ്റെ വാക്കുകൾക്ക് കാര്യമായ പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് എൻ്റെ ശുഭകരമായ ഒരു പ്രതീക്ഷയാണ്. മലയാളത്തിലെ ഗവേഷണത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് 1933 ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മലയാള ഗവേഷണം മദിരാശി യൂണിവേഴ്സിറ്റിയിലേക്ക് പറിച്ചു നട്ടു. അവിടെ നിന്ന് 1964 ആകുമ്പോഴത്തേക്ക് കേരള സർവകലാശാലയിലേക്ക് അത് കടന്നു വരികയും ചെയ്തു. അന്ന് ഡോക്ടർ പി കെ നാരായണപിള്ള സാറ് മാത്രമായിരുന്നു ഡിപ്പാർട്ട്മെന്റിലെ സൂപ്പർവൈസിങ് ടീച്ചർ എന്നാണ് എൻ്റെ ഓർമ്മ. സാറിൻ്റെ നേതൃത്വത്തിൽ പി വി വേലായുധംപിള്ള സാറും പുതുശ്ശേരി സാറും ബി എസ് ശർമ്മ സാറും ഒക്കെ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ കാര്യവട്ടത്ത് മലയാള വിഭാഗത്തിൽ വിദ്യാർത്ഥിയായിട്ട് ചേരുന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. ആ കാലഘട്ടത്തിൽ നമ്മുടെ ഗവേഷണത്തെ പറ്റി സവിശേഷമായ ഒരു കാഴ്ചപ്പാട് അന്നത്തെ മാർഗദർശികൾക്കുണ്ടായിരുന്നു. ഞാനിത് വേറെയും ചിലടത്ത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് എന്നോർക്കുന്നു. ആദ്യം നമുക്ക് മലയാളത്തിലെ ശ്രദ്ധേയരായ എഴുത്തുകാരെ കുറിച്ചുള്ള സമഗ്രമായ പഠനങ്ങൾ ഉണ്ടാവട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രത്യേക ആസ്പെക്റ്റിനെ കേന്ദ്രീകരിച്ചുള്ള അഗാധ പഠനങ്ങൾ തുടങ്ങാം എന്ന ഒരു നിലപാടാണ് അവർക്കുണ്ടായിരുന്നത്. എംഫിലിനെയും ഗവേഷണത്തിന്റെ ഭാഗമായി അവർ കരുതി സാധാരണഗതിയിൽ PhD വേണ്ടിയുള്ള ഗൗരവപൂർണമായ അന്വേഷണം അർഹിക്കുന്നില്ല എന്ന് നമ്മൾ കരുതുന്ന രണ്ടാം നിരക്കാരായ എഴുത്തുകാരെ കുറിച്ചുള്ള ശ്രദ്ധേയമായ പഠനങ്ങൾ എംഫിൽ തലത്തിൽ ഉണ്ടാവണമെന്നും അവർ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാര്യവട്ടത്തെ മലയാള ലൈബ്രറിയിൽ പോയി നോക്കിയാൽ മലയാളത്തിലെ പ്രമുഖരായ മിക്കവാറും സർഗാത്മക സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള തീസിസുകൾ നമുക്കവിടെ കാണാൻ സാധിച്ചെന്ന് വരും. അതോടൊപ്പം തന്നെ രണ്ടാം നിര എഴുത്തുകാർ എന്ന് പറയാവുന്നവരെ പറ്റിയുള്ള കുറെ അധികം എംഫിൽ തീസിസുകളും അവിടെ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് വരും. എനിക്ക് എൻ്റെ അനുഭവം തന്നെ അറിയാം. ശങ്കരക്കുറുപ്പിന്റെ കവിതയിലെ
മൃത്യുബോധത്തെക്കുറിച്ച് പഠിക്കാനാണ് ഞാൻ ചെന്നത്. ഡോക്ടറൽ കമ്മിറ്റി എല്ലാം ചർച്ച ചെയ്തതിന് ശേഷം പറഞ്ഞു, ശങ്കരക്കുറുപ്പിനെ കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം വരട്ടെ, അത് കഴിഞ്ഞിട്ടാവാം നമുക്ക് ഏതെങ്കിലും ആസ്പെക്ട്സിനെ കേന്ദ്രീകരിച്ചുള്ള പഠനം എന്ന്. അങ്ങനെയാണ് ഞാൻ ശങ്കരക്കുറുപ്പിന്റെ ഭാവഗീതങ്ങളെ കുറിച്ചുള്ള തീസിസ് തയ്യാറാക്കുന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. ആ കാലഘട്ടത്തിൽ മിക്കവാറും മലയാള ഭാഷ, സാഹിത്യം, പിന്നെ ഫോക്ലോർ, ഈ 3 വിഭാഗത്തിൽപ്പെട്ട ഗവേഷണങ്ങളാണ് നടന്നിരുന്നത് മലയാള വിഭാഗത്തിൽ എന്ന് ഞാൻ ഓർക്കുന്നു. നമുക്കറിയാം, ലണ്ടൻ സർവകലാശാലയിൽ നടന്ന പഠനം അത് ഭാഷാകേന്ദ്രിതമായിരുന്നു. ബോധോർമ്മയുടെ പഠനം എന്ന് പറയുന്നത് ഭാഷാകേന്ദ്രിതമായിരുന്നു. അത് കഴിഞ്ഞ് ചേർനാട്ട് അച്യുതൻ മേനോൻ സാറ് എഴുത്തച്ഛനെ പറ്റിയുള്ള ഒരു തീസിസ് അവിടെ സബ്മിറ്റ് ചെയ്തതായിട്ട് നമുക്കറിയാം. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോഴത്തേക്ക് വീണ്ടും അത് ഭാഷാകേന്ദ്രിതമായി, പിന്നെ ഫോക്ലോറുമായി ബന്ധപ്പെട്ടു. എസ് കെ നായരാണ് ഫോക്ലോറിനെ പറ്റിയുള്ള പഠനം അവിടെ നടത്തുന്നത്. നാടോടി നാടകങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ തീസിസ് പുറത്തു വന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഞാനിത് ചരിത്രം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മുടെ ഗവേഷണത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ വിഷയങ്ങളുടെ കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു പരിണാമം സംഭവിക്കുന്നത് നമ്മൾ കാണും. ആദ്യഘട്ടത്തിൽ ഭാഷ, അതുപോലെ തന്നെ സാഹിത്യം, അത് കഴിഞ്ഞാൽ പിന്നെ ഫോക്ലോർ, ഈ 3 എണ്ണത്തിനാണ് ഊന്നൽ നൽകിയിരുന്നത്. കേരള സർവകലാശാലയിൽ ഒതുങ്ങി നിന്നിരുന്ന ഗവേഷണം എന്ന് പറയുന്നത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയിലേക്കും സംസ്കൃത യൂണിവേഴ്സിറ്റിയിലേക്കും ഒക്കെ വികസിച്ചതോടുകൂടി നമ്മുടെ ഗവേഷണത്തിന്റെ മുഖച്ഛായ തന്നെ വലിയൊരളവോളം മാറിപ്പോയി എന്ന് പറയാം. ഒരർത്ഥത്തിൽ ഞങ്ങളൊക്കെ ഇതിലെ യാഥാസ്ഥിതികമായ പഴയ തലമുറയുടെ പ്രതിനിധികളാണ്. പുതിയ തലമുറയുടെ പ്രതിനിധികളായ ഈ പറഞ്ഞ സർവകലാശാലകളിലെ അധ്യാപകർ വിഷയത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ലിബറലായുള്ള ഒരു മനോഭാവം പുലർത്തി എന്നാണ് ഞാൻ ധരിക്കുന്നത്. സാഹിത്യത്തിന്റെയോ ഭാഷയുടെയോ ഫോക്ലോറിന്റെയോ മാത്രം അതിർത്തികളിൽ ഒതുങ്ങി നിൽക്കുന്ന വിഷയങ്ങളല്ല, അതിനും അപ്പുറം പോകുന്ന ധാരാളം വിഷയങ്ങളെ പറ്റിയുള്ള, പലപ്പോഴും സോഷ്യോളജിയുടെ തലത്തിലേക്ക് കൈവയ്ക്കുന്ന തരത്തിലുള്ള കുറെ അധികം വിഷയങ്ങളിലുള്ള PhD-കൾ രൂപം കൊണ്ടത് ഈ പറഞ്ഞ സർവകലാശാലകളിൽ നിന്നാണ് എന്ന് ഞാൻ ഓർമ്മിക്കുകയും ചെയ്യുന്നു. ഇന്ന് വാസ്തവത്തിൽ കൃത്യം 15 വർഷം കഴിഞ്ഞിരിക്കുന്നു എനിക്ക് സജീവമായ സാഹിത്യ ഗവേഷണ മേഖലയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ട്. എങ്കിലും ഈ സർവകലാശാലകളിൽ നടക്കുന്ന ഓപ്പൺ ഡിഫൻസുകളിൽ പലപ്പോഴും ഞാൻ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഈ കാലഘട്ടത്തിലെ ഗവേഷണത്തെ പറ്റിയുള്ള ചില ധാരണകൾ എൻ്റെ മനസ്സിൽ വന്ന് വീണിട്ടുണ്ട്. ഈ ധാരണകൾ എത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ആ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ചില നിരീക്ഷണങ്ങൾ നടത്തുക മാത്രമാണ് ഇന്ന് ഞാൻ ലക്ഷ്യമാക്കുന്നത്. ഇതിലെ ആദ്യത്തെ സംഗതി എന്ന് പറയുന്നത് തീസിസ് അല്ല, ഗവേഷണത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ആപ്ലിക്കേഷനോടൊപ്പം തന്നെ നമ്മൾ ഒരു റിസർച്ച് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നിടത്താണ്. ആ റിസർച്ചിനെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ അപേക്ഷയോടൊപ്പം ഒരു സിനോപ്സിസ്, ആ വിഷയത്തിന്റെ സിനോപ്സിസ് കൂടി ഉണ്ടാകും എന്ന് നമുക്കറിയാം. ആ സിനോപ്സിസിന്റെ ഘടന എന്തായിരിക്കണം എന്നതിനെ പറ്റിയുള്ള ധാരണയിൽ വ്യക്തമായ മാറ്റം സംഭവിച്ചുവോ എന്നെനിക്ക് സംശയമുണ്ട്. ഞങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്ന കാലത്ത് ഈ ആദ്യത്തെ സിനോപ്സിസ് എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, വളരെ അത്യാവശ്യം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പരാമർശിക്കുന്ന ഒരു കുറിപ്പായിരുന്നു എന്ന് പറയാം. കാരണം വിഷയം പരിചയപ്പെടാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഗവേഷകൻ. ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഡേറ്റ അപഗ്രഥിച്ചിട്ടില്ല, തീസിസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റിയുള്ള സാമാന്യമായ അവബോധം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു തുടക്കക്കാരന് തീസിസിനെ പറ്റി പറയാവുന്ന ചില അർത്ഥപൂർണമായ അഭ്യൂഹങ്ങളിൽ കവിഞ്ഞ് യാതൊന്നും തന്നെ സാധാരണഗതിയിൽ ആ സിനോപ്സിസിനകത്ത് ഉണ്ടാവാറില്ല. ആ വിഷയം ഒന്ന് നിർവചിക്കുക, അതിൻ്റെ സാധ്യത എന്താണെന്ന് പറയുക,
3 വർഷം അധ്വാനിക്കാനുള്ള വകയുണ്ടോ എന്ന് സൂചിപ്പിക്കുക. ഏത് തരത്തിലാണ് അതിനെ സമീപിക്കാൻ പോകുന്നത് എന്ന സൂചന നൽകുക. ഇത്രയും മാത്രമേ വാസ്തവത്തിൽ അന്നത്തെ ആ സിനോപ്സിസുകൾക്കാർക്കുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ സാധാരണ കളിയായിട്ട് പറയാറുണ്ട്, ഓഫീസുകാരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സിനോപ്സിസ് ആണിത്. സിനോപ്സിസ് ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ തിരിച്ചു വരും. അപ്പോ ഒരു സിനോപ്സിസ് ഉണ്ടാവണം എന്നുള്ളത് ഉറപ്പാണ്. ഡോക്ടറൽ കമ്മിറ്റിക്ക് അത് ചർച്ച ചെയ്യുകയും വേണം. അങ്ങനെയാണ് അതിനെ കണ്ടിരുന്നത്. പക്ഷെ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സിനോപ്സിസ് തന്നെ വളരെ വിപുലമാകണം എന്നൊരു ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പലരും സിനോപ്സിസ് എഴുതുമ്പോൾ തന്നെ പറയുന്നുണ്ട് ചാപ്റ്റർ ഡിവിഷനെ പറ്റിയുള്ള ഒരു ധാരണ നമ്മൾ കൊടുക്കണം. ഏത് തിയറി അനുസരിച്ചാണ് ഇത് എഴുതാൻ പോകുന്നത് എന്ന കാര്യവും ആദ്യം കൊടുക്കുന്ന സിനോപ്സിസിനകത്ത് തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ്. വാസ്തവത്തിൽ എന്നെ വളരെയധികം സംശയത്തിലേക്ക് എത്തിക്കുന്ന, ആശങ്കാകുലനാക്കുന്ന ഒന്നാണ് വാസ്തവത്തിൽ ഈ 2 സങ്കല്പങ്ങളും. കാരണം നിങ്ങൾ തീസിസ് എഴുതുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ് വാസ്തവത്തിൽ ചാപ്റ്റർ ഡിവിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ വസ്തുതകൾ സംഭരിച്ചു, വസ്തുതകൾ മുഴുവൻ അപഗ്രഥിച്ചു, ആ അപഗ്രഥനത്തിൽ നിന്ന് ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നു. ആ നിഗമനങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു തീസിസ് ഉണ്ടാകുന്നു. ആ തീസിസ് ഉണ്ടായി കഴിയുമ്പോൾ അടുത്ത മുന്നിൽ വരുന്ന ചോദ്യമാണ്, ഇതിനെ ഏത് തരത്തിൽ സംവിധാനം ചെയ്താൽ ഫലപ്രദമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയും. ഒരു സ്കോളർലി ആയിട്ടുള്ള കമ്മിറ്റി അത് അംഗീകരിക്കുന്ന തരത്തിൽ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ള ചോദ്യം ഉണ്ടാവുന്നത് അവിടെയാണ്. അപ്പോഴാണ് വാസ്തവത്തിൽ ചാപ്റ്റർ ഡിവിഷൻ എന്ന് പറയുന്ന പ്രശ്നം ഉദിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. നേരെ മറിച്ച് നമ്മൾ ഗവേഷണം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചാപ്റ്റർ ഡിവിഷനെ പറ്റി എന്തെങ്കിലും ഒരു ധാരണ കൊടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയമുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മുടെ സങ്കല്പത്തിനകത്ത് കടന്നുകൂടിയത് എന്നതിനെ പറ്റി ഞാൻ സംശയിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ സിനോപ്സിസിൽ തന്നെ ഏത് സിദ്ധാന്തം അനുസരിച്ചാണ് നിങ്ങൾ ഈ ഗവേഷണം നടത്തുന്നത് എന്ന ചോദ്യത്തിനും വിദ്യാർത്ഥി മറുപടി പറയേണ്ടി വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ധാരണ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇവിടെ ഞാൻ സിദ്ധാന്തങ്ങളുടെ ശത്രുവല്ല. പക്ഷെ ഞാൻ നോക്കുന്നതല്ല, ഒരു ഗവേഷണം നമുക്ക് നടത്താൻ ഒരു സിദ്ധാന്തമല്ല, അനേക സിദ്ധാന്തങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒരേ ഒരു തീസിസ് തന്നെ ഫലപ്രദമായി നമുക്ക് ആവിഷ്കരിക്കാൻ ഏതെങ്കിലും ഒരൊറ്റ തിയറിക്കകത്ത്, ഏതെങ്കിലും ഒരൊറ്റ സിദ്ധാന്തത്തിനകത്ത് നമുക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയണമെന്നില്ല. ഇവിടെ ഉണ്ടാവുന്ന ഒരു ചെറിയ അപകടം എന്ന് പറയുന്നത്, നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള സിദ്ധാന്തങ്ങളെ മിക്കവാറും 1970-കൾക്ക് ശേഷം രൂപം കൊണ്ട സിദ്ധാന്തങ്ങളിലെ ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തെ മുൻനിർത്തി ഒരു തീസിസ് എഴുതുക എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തത്തെ ആസ്പദമാക്കി നമ്മൾ തീസിസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഗവേഷണം നടത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലോകം വളരെ പരിമിതമാവുന്നു, ഇടുങ്ങിപ്പോകുന്നു എന്നാണ് എൻ്റെ തോന്നൽ. രണ്ടാമത്, അതിന് അനിവാര്യമായും ഒരു യാന്ത്രികമായ സ്വഭാവം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നു, ആ തിയറിയെ. പലപ്പോഴും ആ തിയറി ശരിയാണ് എന്ന് സമർത്ഥിക്കാനുള്ള ഒരു ഉപാധിയായി നമ്മുടെ തീസിസ്, നമ്മുടെ ഗവേഷണ പ്രബന്ധം മാറിപ്പോവുകയും ചെയ്യും. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് അത് അപഗ്രഥിച്ച് തുടങ്ങുമ്പോഴാണ് വാസ്തവത്തിൽ തിയറി ഒരു പ്രധാന പ്രശ്നമായി മാറുന്നത്. ഏതേത് സിദ്ധാന്തങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഈ പറഞ്ഞ ഡേറ്റയെ അപഗ്രഥിക്കാൻ സാധിക്കുക? അങ്ങനെ അപഗ്രഥിച്ച് കിട്ടുന്ന വസ്തുതകളിൽ നിന്നാണ് നമ്മൾ തീസിസ് എന്ന് പറയുന്ന സാധനത്തിന് ജന്മം കൊടുക്കാൻ ശ്രമിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ ഗവേഷകന് വളരെ വിപുലമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ സിദ്ധാന്തങ്ങളുടെ പ്രയോഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് എന്നെനിക്ക് തോന്നുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 70-കൾക്ക് ശേഷമുണ്ടായ സിദ്ധാന്തങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. മിക്കവാറും കൾച്ചറൽ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തം അല്ലെങ്കിൽ നിയോമാർസിയൻ സിദ്ധാന്തം ഏതെങ്കിലും ആയിരിക്കും അവിടെ അവർ സ്വീകരിക്കാൻ നിർബന്ധിതരായി തീരുന്നത് എന്നെനിക്ക് തോന്നുന്നു. എനിക്കതിൽ വിരോധമില്ല. പക്ഷേ
അതിനു മുമ്പ് നമുക്ക് സിദ്ധാന്തങ്ങളുടെ ഒരു വലിയ പാരമ്പര്യമുണ്ട്, ഒരു നീണ്ട പാരമ്പര്യമുണ്ട്. പലപ്പോഴും ഗവേഷണത്തിന്റെ മേഖലയിൽ നിന്ന് ആ സിദ്ധാന്തങ്ങളെ നമ്മൾ അവഗണിക്കുകയോ തിരസ്കരിക്കുകയോ ആണ് ചെയ്യുന്നത്. അതിലുണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. 70-കൾ വരെയുള്ള നമ്മുടെ സൈദ്ധാന്തികമായ പഠനങ്ങൾ പരിശോധിച്ചാൽ കവികളോ മികച്ച സഹൃദയരോ മികച്ച സാഹിത്യ അക്കാഡമിക്കുകളോ ആണ് ഈ പറഞ്ഞ ഈ സിദ്ധാന്തങ്ങൾ മുഴുവനും രൂപപ്പെടുത്തിയത് എന്ന് നമുക്കറിയാം. നമ്മൾ അതിനെ ലിറ്റററി തിയറീസ് എന്നാണ് വിളിക്കുന്നത്. ആ ലിറ്റററി തിയറീസ് സഹൃദയത്വത്തിൽ നിന്ന് രൂപം കൊണ്ട, സർഗാത്മകതയിൽ നിന്ന് രൂപം കൊണ്ട ആ സിദ്ധാന്തങ്ങളെ മുഴുവനും നമ്മൾ പരമാവധി അകറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ പുതിയ സിദ്ധാന്തങ്ങളെ മാത്രം ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അവിടെ എന്താ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? നമ്മൾ പുതിയ സിദ്ധാന്തങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഈ പുതിയ സിദ്ധാന്തങ്ങൾക്ക് സഹൃദയത്വവുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്നെനിക്ക് ഒരു പിടിയുമില്ല. അവരിൽ പലരും ഭാഷാശാസ്ത്രത്തിന്റെ മേഖലയിൽ നിന്ന് വന്നവരാണ്. അവരിൽ വലിയൊരു ശതമാനം പേര് ഫിലോസഫിയുടെ ലെവലിൽ നിന്ന് വന്നവരാണ്. അവരുടെ സിദ്ധാന്തങ്ങൾ എടുത്ത് നമ്മൾ സാഹിത്യത്തിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടാവുകയില്ലേ എന്ന് ചോദിച്ചാൽ ചില ഉൾക്കാഴ്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ മറുപടി. ഞാൻ അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ സിദ്ധാന്തങ്ങളെ നിഷേധിക്കുന്നില്ല. പക്ഷേ ലിബറൽ ഹ്യൂമനിസം എന്നുള്ള പേര് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പഴയ സിദ്ധാന്തങ്ങളെ ഗവേഷണത്തിന്റെ മേഖലയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനകത്ത് കാര്യമായ എന്തോ കുഴപ്പമുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഒരു കൃതിയെ നമ്മൾ അല്ലെങ്കിൽ ഒരു 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 ഗവേഷണ പ്രശ്നം നമ്മൾ അപഗ്രഥിക്കാൻ വേണ്ടി രൂപപ്പെടുത്തി എടുക്കേണ്ട തിയറി എന്ന് പറയുന്നത് സൂപ്പർവൈസിങ് ടീച്ചറും ഗവേഷണ വിദ്യാർത്ഥിയും കൂടി രൂപപ്പെടുത്തി എടുക്കേണ്ട ഒന്നാണ് എന്നെനിക്ക് അഭിപ്രായം. അവരാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ വിഷയം അപഗ്രഥിക്കാൻ ആവശ്യമായ ഒരു തിയറി സ്വന്തമായി ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ തീസിസുകളുടെ എല്ലാം ഏറ്റവും വലിയ പരിമിതി മൗലികതയുടെ അഭാവമാണെങ്കിൽ ആ മൗലികത തുടങ്ങേണ്ടത് ഈ തിയറിയുടെ നിർമ്മാണത്തിന്റെ തലത്തിൽ നിന്നാണ്. സൂപ്പർവൈസിങ് ടീച്ചറും ഗവേഷകനും കൂടി നടത്തുന്ന വിശദമായ ചർച്ചകളിൽ നിന്നാണ് നമുക്ക് ഒരു രൂപരേഖ എവിടെ തുടങ്ങി ഏതിലെ പോയി എവിടെ ചെല്ലും എന്ന് നമ്മൾ അറിയുന്നത്. അവിടെ തന്നെ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സൈദ്ധാന്തികമായ നിലപാട് രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്യും. ഈ സൂപ്പർവൈസിങ് ടീച്ചറും സ്റ്റുഡൻറ്റും കൂടി രൂപപ്പെടുത്തിയെടുക്കുന്ന സൈദ്ധാന്തികമായ നിലപാടിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന കാര്യത്തിൽ ലിബറൽ ഹ്യൂമനിസ്റ്റ് സിദ്ധാന്തങ്ങളും ആധുനികമായ സിദ്ധാന്തങ്ങളും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്, തീസിസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അതിൻ്റെ ഒറിജിനാലിറ്റി, അതിൻ്റെ തിയറിയിൽ നിന്ന് തുടങ്ങണം എന്നുള്ളത്. അതിൽ നിന്ന് അല്ലാതെ നേരത്തെ റെഡിമെയ്ഡായിട്ട് വെച്ചിട്ടുള്ള ഒരു തിയറി ആസ്പദമാക്കി ഗവേഷണം നടത്തുക എന്ന് പറയുന്നത് പരിതാപകരമായ ഒരു അവസ്ഥയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ ഗവേഷണം തുടങ്ങിയിട്ട് ഇത്രയധികം കാലമായി. ഗവേഷണം എന്ന് പറയുന്നത് വിജ്ഞാന നിർമ്മിതിയുടെ ലോകമാണ്. ഈ വിജ്ഞാന നിർമ്മിതിയുടെ ലോകത്തിൽ നിന്നിട്ട് നമുക്ക് സ്വന്തമായി ഒരു സിദ്ധാന്തവും സൃഷ്ടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പകരം നമുക്ക് വേണ്ടി സിദ്ധാന്തങ്ങൾ യൂറോപ്പ് ദിവസം തോറും രൂപപ്പെടുത്തി നമുക്ക് കയറ്റി അയച്ചു തരികയും നമ്മൾ അചോദ്യമായി ആ സിദ്ധാന്തങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇതിനൊരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് നമ്മുടെ ഗവേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായേ പറ്റൂ എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇന്ന ആളിന്റെ തിയറി ഉപയോഗിക്കാൻ പോവാണ്. അതിനകത്ത് വേറെ ഒരു അപകടമുണ്ട്. ഈ ഉണ്ടാവുന്ന പുതിയ തിയറികൾ മുഴുവനും ഒന്നുകിൽ ജർമ്മൻ ഭാഷയിലാണ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷയിലാണ്. അവയുടെ വളരെ അപര്യാപ്തമായ വിവർത്തനമാണ് അല്ലെങ്കിൽ രൂപാന്തരങ്ങളാണ് നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടുന്നത്. പീറ്റർ ബാരി ലിറ്റററി തിയറീസിന് ആമുഖം എഴുതുമ്പോൾ അദ്ദേഹം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇംഗ്ലീഷിലേക്ക് ആ സിദ്ധാന്തങ്ങൾ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഭാഷ അത്രമാത്രം അപര്യാപ്തമാണ് എന്നാണ്.
അങ്ങനെ അപര്യാപ്തമായി കിട്ടുന്ന ആ സിദ്ധാന്തങ്ങളെ നമ്മൾ കൂടുതൽ അപര്യാപ്തമായ മലയാളത്തിലേക്ക് കൊണ്ടുവരികയും അതിലെ കുറെ സാങ്കേതിക സംജ്ഞകൾ മാത്രം പ്രത്യക്ഷമായും പരോക്ഷമായും എടുത്തു പ്രയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കുണ്ടാവുന്ന പ്രധാന പരിമിതിയായി ഞാൻ കാണുന്നത്. നമ്മുടെ ബ്രെയിൻ ചൂടുപിടിക്കുക, നമ്മുടെ സ്വന്തം തലച്ചോറ് ചൂടുപിടിച്ചിട്ട് നമുക്ക് നമ്മുടേതായ ഒരു സിദ്ധാന്തം രൂപവത്കരിക്കുക, ആ സിദ്ധാന്തം തുടർന്നു പോവുകയും ചെയ്യുക. ഈ സിദ്ധാന്തത്തിന് തന്നെ നമ്മൾ സ്വീകരിക്കുന്നതിൽ ഒരു വലിയ അപകടമുണ്ട്. ഞാൻ വാല്യൂ ചെയ്തിട്ടുള്ള തീസിസുകളുടെ ഒരു വലിയ വിഭാഗം ഫെമിനിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ദളിതസവുമായി ബന്ധപ്പെട്ടത് ഞാൻ നോക്കിയിട്ടുണ്ട്. ഈ ഫെമിനിസവുമായിട്ട് ഞാൻ വളരെ അമ്പരപ്പോടെ ഓർക്കുന്ന കാര്യങ്ങളിലൊന്നാണ്, ഇവരെല്ലാം ജർമ്മൻ മനീഷികളുടെയും ഫ്രഞ്ച് മനീഷികളുടെയും അതുപോലെ ബ്രിട്ടീഷുകാരായ ചിന്തകന്മാരുടെയും ഒക്കെ വാദങ്ങൾ നിരത്തിയിട്ടാണ് അവർ ഈ തീസിസുകളൊക്കെ എഴുതി പോകുന്നത്. കേരളത്തിലെ ഒരു ശരാശരി സ്ത്രീയുടെ അവസ്ഥയാണോ അമേരിക്കയിലെ ഒരു സ്ത്രീയുടെ അവസ്ഥ? ഒരു 50 വർഷം മുമ്പ് ഉള്ള ഒരു ബ്രിട്ടീഷ് യുവതിയുടെ ജീവിതാവസ്ഥയാണോ ഇന്നത്തെ കേരളത്തിലെ ഒരു സ്ത്രീയുടെ അവസ്ഥ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഇവിടെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള തിയറികളിൽ ഒന്ന് ഫെമിനിസ്റ്റ് തിയറിയാണ് എന്ന് തന്നെ ഞാൻ പറയും. ഞാനത് പറയുന്നത് മദാമ അത് പറഞ്ഞതുകൊണ്ടല്ല, സായിപ്പ് അത് പറഞ്ഞതുകൊണ്ടല്ല, നേരെ മറിച്ച് എൻ്റെ ചുറ്റുപാടുമുള്ള ജീവിതം ഞാൻ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. അമേരിക്കയിലെയോ ബ്രിട്ടനിലെയോ ജർമ്മനിയിലെയോ ഒരു ശരാശരി സ്ത്രീ അനുഭവിക്കുന്ന ഒരു ജീവിതമേ അല്ല കേരളത്തിലെ ഒരു സ്ത്രീ അനുഭവിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇവിടെ നമുക്ക് ഫെമിനിസം വേണം, പക്ഷെ നമുക്ക് കേരളത്തിന്റെ ഫെമിനിസം വേണം, നമുക്ക് മലയാളത്തിന്റെ ഫെമിനിസം വേണം. ഇപ്പോൾ സംഭവിച്ചു പോകുന്നത് ഈ പറഞ്ഞ നമ്മുടെ അന്വേഷണങ്ങളെല്ലാം ആകാശത്ത് പറക്കുന്നത് പോലെ ഉപരിപ്ലവമായി തീസിസിലെ പ്ലവകങ്ങളായി ഇങ്ങനെ കിടക്കുക എന്നുള്ള ഒരു അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കിന്ന് ഒരു അനുഭവം പങ്കിടുകയാണെങ്കിൽ, ഒരു യൂണിവേഴ്സിറ്റി, ഞാൻ ആ യൂണിവേഴ്സിറ്റിയുടെ പേരൊന്നും പറയുന്നില്ല, ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഓപ്പൺ ഡിഫൻസിന് അവിടുത്തെ സ്റ്റുഡന്റ് എന്നെ വിളിച്ചു. ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അയാളുടെ തീസിസ് വാങ്ങി വെറുതെ മറിച്ചു നോക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആ ഫൈനൽ സിനോപ്സിസ് തരുമെന്ന് പറഞ്ഞു. അയാൾ ഫൈനൽ സിനോപ്സിസ് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് നേരെ മറിച്ച് എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നിഗമനങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനങ്ങൾ 1, 2, 3, 4, 5. ഞാൻ 5 നിഗമനങ്ങൾ അവിടെ പറഞ്ഞു. അപ്പൊ അയാളുടെ മുഖം വല്ലാതെ വിളറി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഇല്ല സാർ, ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു തീസിസിലെ നിഗമനങ്ങളെ അത് മറിച്ചു നോക്കിയിട്ടില്ലാത്ത ഒരാൾക്ക് പറയാൻ സാധിക്കുക? നിങ്ങൾ ഈ തീസിസുകൾ നോക്കൂ, എല്ലാത്തിൻ്റെയും ആദ്യത്തെ അധ്യായങ്ങളെല്ലാം വെച്ചു മാറാവുന്നതാണ്. ഒരു തീസിസിൽ നിന്ന് മറ്റൊരു തീസിസിലേക്ക് വെച്ചു മാറാവുന്നതാണ് എന്നൊക്കെ കാണാൻ കഴിയും. ഇതൊരു വലിയ പരിമിതിയാണ്. നമുക്ക് വേണം, ഞാൻ ഈ പറഞ്ഞ പോലെ തിയറികളോട് നമ്മൾ എതിർത്ത് നിൽക്കുകയല്ല, നമുക്ക് നമ്മുടെ തിയറികൾ ഉണ്ടാവുക. പുറത്തുനിന്നുള്ള തിയറി കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ അതിനെ നമ്മുടേതാക്കി രൂപാന്തരപ്പെടുത്തുവാനും നമ്മുടെ നിറവും നമ്മുടെ രുചിയും നൽകിയിട്ട് അതിനെ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി വേറൊരു കാര്യം, ഈ കൾച്ചറൽ സ്റ്റഡി എന്ന് പറയുന്നത് ഇന്ന് ലോകവ്യാപകമായി തന്നെ സാഹിത്യ ഗവേഷണത്തിന്റെ മേഖലയെ കീഴടക്കിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ മാത്രം സംഭവമല്ല, തമിഴിലെ മാത്രം സംഭവമല്ല, നേരെ മറിച്ച് മിക്കവാറും എല്ലാ സർവകലാശാലകളുടെയും അവസ്ഥ ഏതാണ്? സാഹിബിന്റെ നാട്ടിലും ഇത് തന്നെയാണ്. അവിടെ നമ്മുടെ വളരെ പ്രശസ്തനായൊരു വിമർശകന്റെ വരികൾ ഇങ്ങനെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ അതേ വരികൾ ഉച്ചരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്തത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇനി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഷേക്സ്പിയറിനെയും അതുപോലുള്ള എഴുത്തുകാരെയും മുഴുവനും നമുക്ക് പുറത്താക്കാം, പകരം നമുക്ക് കോമിക്കുകളും അതുപോലെ തന്നെ ദുർമന്ത്രവാദവും മന്ത്രവാദവും പോലുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാമെന്ന്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയ്ക്കകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് ഞാൻ പറയും. പക്ഷെ ആ മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ വിപുലമായ അർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയവുമില്ല. നമ്മൾ മിക്കവാറും എല്ലാ സർവകലാശാലകളിലും
മലയാള ഗവേഷണം എന്ന് പറഞ്ഞാൽ കൾച്ചറൽ സ്റ്റഡിയാണ് എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഉന്നയിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലിറ്ററേച്ചർ സമം കൾച്ചർ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്നതാണ്. നിങ്ങൾക്ക് പറയാം സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് സാഹിത്യം എന്ന് പറയാം. പക്ഷെ ഒരിക്കലും സാഹിത്യം സംസ്കാരത്തിന്റെ പര്യായമാവുന്നില്ല, സംസ്കാരം സാഹിത്യത്തിന്റെ പര്യായവും ആകുന്നില്ല. സംസ്കാരം എന്ന് പറയുന്നത് വളരെ വിപുലമായ അർത്ഥമുള്ള വളരെ വിപുലമായ ഒരു മേഖലയാണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മാനുഷികമായ ഏത് വ്യാപാരത്തെയാണ് നിങ്ങൾക്ക് സംസ്കാരത്തിന്റെ പരിധിയിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിയുക? ഇതുവരെ സംസ്കാരം പഠിച്ചിരുന്നത് സോഷ്യോളജിക്കാരാണ്. നമുക്ക് പറയാം നമ്മൾ ഈ സോഷ്യോളജിയുടെ അതിർത്തിയൊക്കെ ഒഴിവാക്കി ഡിസിപ്ലിനുകളുടെ അതിർത്തികളെ നമ്മൾ ലംഘിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചിന്തയുടെ ലോകം വളരെ വിപുലമാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു അളവോളം ആ പറയുന്നത് ശരിയാണ് താൻ. പക്ഷേ നമ്മുടെ ഭാഷയിൽ നടക്കുന്ന ഒരു സാമൂഹികമായ വിഷയം, സാംസ്കാരികമായ വിഷയത്തെക്കുറിച്ചുള്ള തീസിസ്, അതിന്റെ ഗൗരവത്തോടുകൂടി സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് അംഗീകരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ കളിയായിട്ട് പറയാറില്ലേ, ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നമുക്ക് സാധിക്കണമെന്ന്. നമ്മൾ മാത്രം നമ്മുടെ ഡിസിപ്ലിന്റെ അതിർത്തി വികസിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. എല്ലാവരും ഡിസിപ്ലിനുകളുടെ അതിർത്തി വികസിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ വികസിപ്പിക്കുന്നതിനകത്തും അർത്ഥമുണ്ടാവുള്ളൂ. നമ്മളിപ്പോ നോക്കിയാൽ അറിയാം, ഈ പറഞ്ഞ കൾച്ചറൽ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ തിയറി എന്ന് പറയുന്നതെല്ലാം സോഷ്യോളജിയിൽ നിന്നോ നരവംശാസ്ത്രത്തിൽ നിന്നോ നമ്മൾ സ്വീകരിക്കുന്ന സിദ്ധാന്തങ്ങളാണ്. നമ്മൾ പരമാവധി ചെന്ന് നിൽക്കുന്നത് മാർക്സിയൻ സിദ്ധാന്തത്തിലാണ്. ഈ മൂന്നെണ്ണത്തിൽ നിന്നാണ് നമ്മൾ തിയറി മുഴുവൻ എടുക്കുന്നത്. അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ തീസിസുകൾ എഴുതുന്നത്. എന്നിട്ട് നമ്മുടെ തീസിസുകൾക്ക് മൗലികതയുണ്ടെന്നും അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണെന്നും നമ്മൾ വാശി പിടിച്ചാൽ അത് എത്രത്തോളം ശരിയാകും എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. ഇവിടെ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്നുകൂടിയാണ് ഇത് പറയുന്നത്. ഒരു ലെക്ചറുടെ പോസ്റ്റിന്റെ ഇന്റർവ്യൂവിന് പരീക്ഷകനായിട്ട് ഇരിക്കേണ്ടി വന്നു. അവിടെ വന്ന PhD തീസുകളിൽ ഒന്ന് മലയാളത്തിലെ പ്രമുഖനായ ഒരു ചലച്ചിത്ര ഗായകൻ എഴുതിയ ചലച്ചിത്ര ഗാനങ്ങളെ പറ്റിയുള്ള പഠനമാണ്. അപ്പോൾ ഞാൻ മറിച്ച് നോക്കി, അതിന്റെ മെത്തേഡും ചാപ്റ്ററും ഒക്കെ നോക്കി. ഞങ്ങൾ 3 പേരും നോക്കി. അപ്പൊ ഗവൺമെന്റ് നോമിനി ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അത് എടുത്തിട്ട് താഴെ വെക്കുന്നില്ല, അതിങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇത് മലയാളത്തിലെ തീസിസ് ആണെന്ന് ആര് പറഞ്ഞു? ഇങ്ങനെ ഒരു തീസിസ് എഴുതാൻ ഒരാൾ മലയാളം MAയും പിന്നെ മലയാളത്തിലെ നെറ്റും പാസ്സായിരിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? എനിക്ക് ഒരു പക്ഷേ ഇതിനേക്കാൾ നല്ല ഒരു തീസിസ് ഈ വിഷയത്തെക്കുറിച്ച് എഴുതാൻ സാധിച്ചു എന്ന് വരാം എന്നാണ്. ഇതൊരു ചലഞ്ചാണ്. എനിക്ക് വ്യക്തിപരമായി നേരിടേണ്ടി വന്ന ചലഞ്ചാണ്. ഞങ്ങൾ 3 എക്സാമിനേഴ്സും കൂടി ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാം ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞത്, ഇതിന് എന്തെങ്കിലും പ്രിഫറൻസ് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ വയ്യ. ഞാൻ നരവംശാസ്ത്രം പഠിച്ച ആളാണ്. നരവംശാസ്ത്രത്തിന്റെ സിദ്ധാന്തം വെച്ച് വേണം നിങ്ങളുടെ പല തീസിസുകളും പഠിക്കാനുള്ളത്. ചലച്ചിത്ര ഗാനത്തെ പറ്റി പഠിക്കുമ്പോൾ ചലച്ചിത്ര ഗാനത്തിന്റെ രീതി ഭേദങ്ങളെ പറ്റി നീ റിസർച്ച് ചെയ്ത ഒരാളാണ്, അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അത് ചെയ്യേണ്ടത്. അതിനെ ഒരിക്കലും നിങ്ങൾക്ക് സംഗീതത്തിൽ നിന്നും അതിന്റെ പക്കമേളങ്ങളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് പഠിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വാദിച്ചത്. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ ചലച്ചിത്ര ഗാനങ്ങളെ പറ്റി പഠിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് അവിടെ ഒരു റിസ്കിന്റെ എലിമെന്റ് ഉണ്ട്. ആ റിസ്ക് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? നമ്മുടേതല്ലാത്ത ഒരു മേഖലയിൽ നമ്മൾ കടന്നു കയറി പലതും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിറയലാണ് അവിടെ നമുക്ക് അനുഭവപ്പെടേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ തുടങ്ങിയത് സിനോപ്സിസ് എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ്. ഒരു ഗവേഷണ വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ ഗവേഷണം പൂർത്തിയാക്കുന്നതിനിടയിൽ കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും സിനോപ്സിസ് എഴുതുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യം അഭ്യൂഹങ്ങളിൽ അധിഷ്ഠിതമായ തീസസ് എഴുതി തുടങ്ങുമ്പോൾ ധാരാളം മാറ്റം വരാവുന്ന
ഒരു സിനോപ്സിസ് അയാൾ എഴുതി. രണ്ടാമത്തെ സിനോപ്സിസ് എന്ന് പറയുന്നത് ചാപ്റ്റർ ഡിവിഷൻ വന്നതിന് ശേഷം എങ്ങനെയാണ് ആ അധ്യായങ്ങളെ സംവിധാനം ചെയ്യേണ്ടത്, ആ അധ്യായങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ് എന്ന കാര്യങ്ങൾ കൂടുതൽ നൽകിക്കൊണ്ട് ഒരു സിനോപ്സിസ് എഴുതും. ആ സിനോപ്സിസ് ആരെയും കാണിക്കാനല്ല, പ്രബന്ധം എഴുതുന്നയാളിന്റെ പ്രയോജനത്തിനു വേണ്ടി അയാൾ എഴുതുമ്പോൾ ഇടതുവശത്ത് വെക്കേണ്ട സിനോപ്സിസ് ആണത്. ഒന്നാമത്തെ അധ്യായം ഇന്നതാണ്, അതിനകത്ത് വരുന്നത് ഇന്ന കാര്യങ്ങളാണ്, വളരെ തെളിമയോടെയാണ് പറയുന്നത്. രണ്ടാമത്തെ അധ്യായം ഇന്നതാണ്, അതിൽ വരുന്നത് ഇന്ന കാര്യങ്ങളാണ്. കൃത്യമായി അത് ഇടതുവശത്ത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഗതിയിൽ ഗവേഷണ പ്രബന്ധം എന്ന് പറയുന്നത് തയ്യാറാക്കുന്നത്. മൂന്നാമത്തെ സിനോപ്സിസ് എന്ന് പറയുന്നത് ഫൈനൽ സിനോപ്സിസ്. ആ ഫൈനൽ സിനോപ്സിസ് എന്ന് പറയുന്നത് കൂടുതൽ വിശദമായ രൂപത്തിൽ, കൂടുതൽ നമ്മുടെ തീസിസിന് പരമാവധി വിശ്വാസവും നൽകി അതിന്റെ മുഴുവൻ സാധ്യതകളും വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു സിനോപ്സിസ് ആണ്. ഈ സിനോപ്സിസ് ആണ് ഈ തീസിസ് വാല്യൂ ചെയ്യുന്ന ഈ എക്സാമിനേഴ്സ് നൽകുന്നത്. ആ സിനോപ്സിസ് കിട്ടിയതിന് ശേഷമാണ് ആ തീസിസ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു അധ്യാപകൻ അങ്ങനെ തീരുമാനിച്ചു, ആ തീസിസ് നോക്കാം എന്ന് തീരുമാനിച്ചതിന് ശേഷം ആ തീസിസ് പൂർത്തിക്കുമ്പോൾ ആ ഫൈനൽ സിനോപ്സിസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ആ തീസിസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇനിയും വേണമെങ്കിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂടി ചേർക്കാമെന്ന് ആ അധ്യാപകന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ആ അധ്യാപകന് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരിക്കലും അത് വെച്ച് ആ തീസിസ് ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നെനിക്ക് അഭിപ്രായം. ആ ഫൈനൽ സിനോപ്സിസ് ഇയാൾ കണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ എന്നത് തൃപ്തികരമായി തോന്നിയിട്ടാണ് ഈ പറഞ്ഞ സൂപ്പർവൈസിംഗ് ടീച്ചർ ആ തീസിസ് വാല്യൂ ചെയ്യാൻ വാങ്ങിയത്. അങ്ങനെ വാങ്ങിയെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് ആ ഫൈനൽ സിനോപ്സിസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ അതിനകത്ത് തികച്ചിട്ടുണ്ടോ എന്ന് നോക്കലാണ്. കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും തോന്നിയാൽ അത് അയാൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഈ തീസിസ് പുസ്തക രൂപത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണം ഇതുകൂടെ പരിഗണിക്കാവുന്നതാണ്, കേൾക്കാവുന്നതാണ് എന്ന് നമ്മൾ പറയാം. പക്ഷെ ഒരിക്കലും അതൊരു നെഗറ്റീവ് കമന്റിന്റെ തലത്തിലേക്ക് പോവുകയും ആ കുട്ടിയെ പണിഷ് ചെയ്യുന്ന തലത്തിലും ആവരുത്. ഒന്ന് രണ്ട് ഓപ്പൺ ഡിഫൻസിൽ ഞാനിത് കണ്ടതാണ്. അവിടെ ഈ ഡിഫക്റ്റ് ഉള്ളത് കൊണ്ട് ഇയാൾക്ക് ഡിഗ്രി കൊടുക്കാം, പക്ഷേ തീസിസ് പബ്ലിഷ് ചെയ്യരുത് എന്നുള്ള തരത്തിലുള്ള ധാരണയിൽ അവരെത്തുന്നത് കണ്ട് ഞാനൊന്ന് നടുങ്ങിപ്പോയിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ ഉണ്ട്, തീസിസിനകത്തും ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിന്റെ ഭാഗമാണ് ഫൈനൽ സിനോപ്സിസിനോട് വിദ്യാർത്ഥി എന്ന പോലെ സൂപ്പർവൈസിംഗ് ടീച്ചറും നീതി പുലർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 40 മിനിറ്റോ 45 മിനിറ്റോ ആയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട വാദങ്ങളൊക്കെ സംഗ്രഹിക്കുകയാണ്. പ്രതികരണങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഈ ഒരു നല്ല അവസരം തന്നതിന് ഞാൻ ശൈലം ഉണ്ണികൃഷ്ണനോടും അതുപോലുള്ള ഇതിന്റെ പ്രവർത്തകരോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. സർ, ഞാൻ എന്റെ സംശയം ചോദിച്ചോട്ടെ? സർ, ഞാൻ കൃഷ്ണപ്രിയയാണ്, MA മലയാളം വിദ്യാർത്ഥിനിയാ. അപ്പൊ എനിക്ക് 2 സംശയമാണ് ചോദിക്കാനുള്ളത്. ഒന്നാമത്തേത്, നമ്മളിപ്പോ നമ്മൾ റിസർച്ച് ജേർണൽ വായിക്കുകയും അതുപോലെ നമ്മൾ സാഹിത്യപരമായിട്ടുള്ള കഥകൾ അങ്ങനെ പല മേഖലകളും വായിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള സിദ്ധാന്തം രൂപീകരിച്ചിട്ട് നമുക്ക് ഭാഷാ സാഹിത്യ ഗവേഷണം ചെയ്തതിനെ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് വരാൻ പറ്റില്ലേ? രണ്ടാമത്തേത്, ഇപ്പൊ ഞാൻ ഈ റീസെന്റ് ആയിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ ലിറ്റററി കാനിബാലിസം എന്ന തിയറിയെ പറ്റി വായിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് ആഫ്രിക്കക്കാരെ ഒരു അകറ്റി നിർത്തുന്ന ഒരു കാടന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കാനിബൽ ട്രൈബിനെ നിർത്തിയിട്ടുള്ള ഒരു അവജ്ഞപരമായിട്ടുള്ള ഒരു തിയറിയാണെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്.
അപ്പൊ ഞാൻ ഫ്രാൻസിസ് ഇട്ടിക്കോരെ വായിച്ചപ്പോ അതിനകത്തും ഈ കാനിബാലിസം കടന്നു വരുന്നുണ്ട്. അപ്പം എന്റെ കാഴ്ചപ്പാടനുസരിച്ച് അത് ഒരു സാഹിത്യത്തിന് നരബോധനുള്ള നിലയ്ക്ക് നമുക്ക് ഫ്രാൻസിസ് ഇട്ടിക്കോരെ ആസ്പദമാക്കി ഈ തിയറി നമുക്ക് ഗവേഷണത്തിനെടുത്താൽ കുറച്ചുകൂടി നന്നാവില്ലേ എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇപ്പം ആഫ്രിക്കയിൽ മാത്രമല്ല ഈ നരമാംസ ഭോജനം കടന്നു വരുന്നത്, ഇപ്പം അത് യൂറോപ്പിൽ നിന്നൊക്കെ കടന്നു വന്നിട്ട് ഇപ്പൊ ഇന്ത്യയിൽ വരെ എത്തി നിൽക്കുന്ന സ്ഥിതി ആയതുകൊണ്ട് അതൊരു പുതിയൊരു പ്രവർത്തനമാവില്ലേ, അത് ഉപകാരപ്രദമാവില്ലേ എന്നാണ് എന്റെ ഒരു സംശയം സാർ. ഈ ഗവേഷണ പ്രബന്ധങ്ങൾ വായിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ആ ഗവേഷണ പ്രബന്ധങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഭാഷ, ഗവേഷണ പ്രബന്ധത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് വളരെ ഗൗരവപൂർവമായ ഒന്നാണ്. അത് ഈ പറഞ്ഞതുപോലെ സംശയങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലാത്ത തരത്തിൽ അങ്ങേയറ്റത്തെ കൃത്യത, പ്രിസിഷൻ പാലിക്കേണ്ട ഒരു ഭാഷയാണ്. സ്വാഭാവികമായും നിങ്ങൾ അത്തരം തീസുകൾ വായിക്കുന്തോറും നിങ്ങളുടെ ഭാഷയ്ക്ക് മൂർച്ച കൂടും, നിങ്ങളുടെ ഭാഷയ്ക്ക് ശക്തി കൂടും, നിങ്ങൾക്ക് വളരെ അനായാസമായിട്ട് എഴുതാൻ കഴിയുകയും ചെയ്യും. ഇട്ടിക്കോരയിലെ കാനിബോളിസം എന്ന് പറയുന്നത് അത്രമാത്രം ഗൗരവപൂർണമായിട്ട് അദ്ദേഹം എഴുതിയതാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. വെറും ഒരു പുതുമയ്ക്ക് വേണ്ടി മാത്രമല്ലേ ആ കാനിബോളിസം എന്ന് പറഞ്ഞ സംഗതി അദ്ദേഹം അതിനകത്ത് കൊണ്ടുവന്നത് എന്നാണ് എന്റെ ചോദ്യം. അതിനെ ഒരു തിയറിയാക്കി എടുക്കാനുള്ള വകയുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ഇട്ടിക്കോര എന്ന് പറഞ്ഞ ഒരൊറ്റ നോവൽ വെച്ച് മാത്രം അതിലെ ആ പ്രത്യേക കഥാപാത്രം, ഇട്ടിക്കോര എന്ന് പറഞ്ഞ കഥാപാത്രത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു തീസിസ് എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അത് മലയാള സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രവണതയായി മാറുന്ന ഒരു ഘട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു വിഷയവും നമ്മൾ ചിലപ്പോൾ ചർച്ച ചെയ്തെന്ന് വരും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ സർ, താങ്ക് യു. ബെഞ്ചമിൻ സാറിന്റെ ക്ലാസ് നമ്മൾ കേട്ടു. ഇതിനോട് പ്രതികരിക്കുവാൻ വേണ്ടി ഭരതൻ സാറിനെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. സാർ, ഒരു സംശയം ചോദിക്കട്ടെ? സംശയങ്ങൾ നമ്മളെ പ്രതികരിക്കാൻ വേണ്ടി ഭരതൻ സാറിനെയും സുരജ ടീച്ചറിനെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ പരിപാടിയുടെ ഘടനയെ പറ്റി ശ്രീശൈല ഉണ്ണികൃഷ്ണൻ സാർ ആദ്യം പ്രസ്താവിച്ചത് നമ്മൾ ഓർക്കുക. അവർ രണ്ടുപേരും 15 മിനിറ്റ് വീതം ഈ പ്രഭാഷണത്തോട് പ്രതികരിച്ച് സംസാരിക്കും. അതിനുശേഷം നമുക്ക് അംഗങ്ങൾക്ക് സംശയം ചോദിക്കാവുന്നതാണ്. ഭരതൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ ബെഞ്ചമിൻ സാർ, ഉണ്ണികൃഷ്ണൻ സാർ, മറ്റ് എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. എന്നെ കേൾക്കുന്നുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ബെഞ്ചമിൻ സാറ് കൃത്യമായി സമയം പാലിച്ചുകൊണ്ട് ആ സമയക്രമത്തിനകത്ത് നിന്ന് ഗവേഷണ മേഖലയെക്കുറിച്ച് എന്തൊക്കെ പറയാൻ സാധിക്കുമോ അതിന്റെ പരമാവധിയായിട്ടുള്ള കാര്യങ്ങൾ വളരെ കാര്യമാത്ര പ്രസക്തമായി തന്നെ സാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, 45 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ നമ്മുടെ ഗവേഷണത്തെ പറ്റി നമുക്ക് ഏതെങ്കിലും 1-2 പോയിന്റുകൾ മാത്രം എടുത്താൽ പോലും അത് ചർച്ച ചെയ്ത് എന്തെങ്കിലും ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക വളരെ ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കറിയാം. ഇപ്പോ ബെഞ്ചമിൻ സാർ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനോടുള്ള പ്രതികരണങ്ങൾ സംശയങ്ങളായും അല്ലാതെയും ഒക്കെ, സംശയങ്ങൾ മാത്രമല്ല എന്നും ഉത്തരത്തിലേക്ക് നയിക്കുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. വളരെ ആവേശകരമാണ് എന്തായാലും ഗവേഷണ മേഖലയെക്കുറിച്ച് ഇങ്ങനെയൊന്നും ഉണ്ടാകുന്നു എന്നുള്ളത്. പിന്നെ ഇതൊരു വൈകാരികത കൂടിയുള്ള ഒരു പരിപാടിയാണ്. ബൗദ്ധികമായിട്ടുള്ള ഒരു ആലോചനയോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ സാറിന്റെ റിട്ടയർമെന്റിന്റെ ഭാഗം കൂടിയാണ്. മാഷിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഇതിലേക്ക് എന്റെ പ്രതികരണത്തിലേക്ക് വരികയാണ്. അതിൽ ഒന്ന്, നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ സർവകലാശാലയിൽ നടക്കുന്ന മലയാള ഭാഷാ സാഹിത്യ സംസ്കാര മേഖലയിലെ ഗവേഷണത്തെ കുറിച്ചുള്ള ചർച്ച കൂടിയാണ്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒരു ഭാഗം കൂടി ചർച്ചയിൽ വരേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മുടെ ഗവേഷണ രംഗത്ത് ഇന്ന് നിലനിൽക്കുന്ന തത്വവും പ്രയോഗവും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ചോ യോജിപ്പിനെക്കുറിച്ചോ ഉള്ള ഒരു വിഷയമാണ്. അത് മലയാളത്തിന് മാത്രമല്ല, സർവകലാശാലാ തലത്തിൽ നടക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ സർവകലാശാലാ തലത്തിൽ നടക്കുന്ന എല്ലാ
ഗവേഷണ പ്രവർത്തനങ്ങളുടെയും ഇന്നത്തെ ഒരു അന്തരീക്ഷം എന്താണ് എന്നുള്ളത് പ്രധാനമാണ്. നമ്മളിപ്പോ ഗവേഷണത്തിന്റെ ദർശനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന്റെ തത്വം, രീതിശാസ്ത്രം എല്ലാം അങ്ങനെ പറയും. പക്ഷെ വാസ്തവത്തിൽ ഒരു ഗവേഷണ മേഖലയിലേക്ക് നടന്നു വരുന്ന വിദ്യാർത്ഥികൾ, മാർഗദർശികളായിട്ടുള്ള അധ്യാപകർ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെയാണ്, ഞാൻ ആരെയും ഒഴിച്ചു നിർത്തിയിട്ടല്ല പറയുന്നത്, അതിൽ എത്ര ശതമാനം നമ്മൾ ഈ പറയുന്ന ജെനുവിൻ ആയിട്ടുള്ള ഗവേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ അതിന് ഗവേഷകരോ മാർഗദർശികളെയോ മാത്രമായിട്ട് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ സിദ്ധാന്തങ്ങളിൽ പറയുന്നത് പോലെ ഗവേഷണത്തെ സംബന്ധിച്ചിട്ടുള്ള ദർശനങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത് പോലെ സമർപ്പണ ബുദ്ധിയോടുകൂടി പുതിയത് കണ്ടെത്തുക എന്നുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ഗവേഷണം എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ സാർ പറഞ്ഞുവല്ലോ ചില ഗവേഷണങ്ങളെ കുറിച്ചൊക്കെ, ജ്ഞാനനിർമ്മിതിയാണ് ഗവേഷണത്തിലൂടെ സംഭവിക്കേണ്ടത്. അത്തരത്തിലുള്ള ജ്ഞാനനിർമ്മിതിയിലേക്ക്, പ്രത്യേകിച്ച് വിമർശനാത്മകമായിട്ടുള്ള വൈജ്ഞാനികതയിലേക്കൊക്കെ എത്ര ശതമാനം ഗവേഷണങ്ങൾ പോകുന്നു എന്നുള്ളത് അതൊരു ചോദ്യമാണ്. പ്രയോഗത്തിൽ വരുമ്പോൾ നമ്മളിപ്പോ പ്രീ സബ്മിഷൻ വൈവ കഴിഞ്ഞ് 3 മാസത്തിനകം ഫൈനൽ തീസിസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കാം ഒരു ഗവേഷക വിദ്യാർത്ഥി ഫൈനൽ തീസിസുമായി മാർഗദർശിയുടെ അടുത്തേക്ക് വരിക? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എത്ര ശതമാനം ആളുകൾ ഇതൊക്കെ സമയബന്ധിതമായി ചെയ്യുന്നു എന്നുള്ളത്. ഇതിന്റെ ഒന്നും കുഴപ്പം ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഗവേഷകരെയോ അല്ലെങ്കിൽ മാർഗദർശിയെയോ കുറ്റം പറയാനല്ല ഞാനിത് പറയുന്നു, മറിച്ച് നമ്മുടെ സർവകലാശാലകളിലെ ക്യാമ്പസുകളിൽ അത്തരത്തിലുള്ള ഒരു അക്കാദമികമായ അന്തരീക്ഷം, അക്കാദമികമായിട്ടുള്ള ഒരു സംസ്കാരം, ഒരു ഗവേഷണ സംസ്കാരം എത്രത്തോളം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇതുപോലെയുള്ള ചർച്ചകളോടൊപ്പം നമ്മൾ ഉന്നയിക്കേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മറ്റൊന്ന്, സിദ്ധാന്തം എന്ന് ഇപ്പൊ നമ്മൾ ഗവേഷണം എന്ന് പറയുന്നത് ജ്ഞാനനിർമ്മിതിയാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ മുന്നിൽ അദിതാൾ ബെൻ അരിയുടെ ഗൈ ഇനോഷ് എന്ന് പറയുന്ന ഒരാളും കൂടി എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗവേഷണത്തെ കുറിച്ചുള്ള ഒരു പുസ്തകമുണ്ട്. ഞാൻ അതിന്റെ പേരൊന്നും പറയുന്നില്ല. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മാപ്പും ഒരു ഭൂപടവും അതുപോലെ യഥാർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം പോലെയാണ് വിജ്ഞാനവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധം എന്ന് പറയും. വിജ്ഞാനവും യാഥാർത്ഥ്യവും തമ്മിൽ ഭൂപടവും ഭൂപടത്തിന് ആധാരമായിരിക്കുന്ന ഒരു ഭൂമേഖലയും തമ്മിലുള്ള, എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യവും മാപ്പും തമ്മിലുള്ള ബന്ധം പോലെയാണ് എന്നാണ്. അപ്പൊ യാഥാർത്ഥ്യത്തിന്റെ ഒരു പ്രതിനിധാനം ആണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ സാഹിത്യത്തിലായാലും ഏതിലായാലും നമ്മൾ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആ ഉണ്ടാക്കിയെടുക്കുന്ന പെർസെപ്ഷനെ ചില യുക്തികളും ചില രീതിശാസ്ത്രങ്ങളും ഉപയോഗിച്ചിട്ട് സ്ഥാപിച്ചാണ് നമ്മൾ അതിനെ വിജ്ഞാനമാക്കി മാറ്റി തീർക്കുന്നത്. അപ്പോ ഏതൊരു ഗവേഷണവും അതുകൊണ്ട് തന്നെ ഈ പെർസെപ്ഷൻ തന്നെ വാസ്തവത്തിൽ നമ്മൾ ക്രമീകരിക്കുകയല്ലേ ചെയ്യുന്നത്. സിദ്ധാന്തം, രീതിശാസ്ത്രത്തെ കുറിച്ച്, സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. നമുക്ക് ചരിത്രപരമായിട്ട് ഒരു കൃതിയെ പഠിക്കാം, ഘടനാത്മകമായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ അതിനെ സാമൂഹ്യമായിട്ട് പഠിക്കാം. ഇത് വാസ്തവത്തിൽ ആ ടെക്സ്റ്റിനെ മുൻനിർത്തി നമ്മൾ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ പെർസെപ്ഷനാണ്. ആ പെർസെപ്ഷനെ ഡിസൈൻ ചെയ്യുന്നത് ഈ സിദ്ധാന്തമാണ്. അതിനനുസരിച്ച് അതിന്റെ ഫലം മാറി വരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സിദ്ധാന്തം എന്ന് പറയുന്നത് നമ്മുടെ പെർസെപ്ഷൻ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഗവേഷകനോ മാർഗദർശിയോ മാത്രമാണോ? അതല്ല, അതത് കാലത്ത് നിലനിൽക്കുന്ന അധികാരം എന്ന് പറയുന്നത്, ഹെജിമണി എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത്, അതിന് ഒരു പങ്കുമില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രധാനമാണ്. എപ്പോഴാണ് നമ്മുടെ വൈജ്ഞാനിക മേഖലയിൽ മാത്രമായിട്ടല്ല, ഒരു രാഷ്ട്രീയ മേഖലയുമായി അധികാര മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് സിദ്ധാന്തങ്ങളൊക്കെ രൂപപ്പെടുന്നത് എന്നുള്ളത് നമ്മൾക്ക് പൊതുവെ അറിയാവുന്ന ഒരു കാര്യമാണ്, പലരും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യവുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോ ഡീകൺസ്ട്രക്ഷൻ, അപനിർമ്മാണം എന്ന് പറയുന്ന ഒന്ന് വരുന്നത് എപ്പോഴാണ്? ഘടനാവാദം വരുന്നത് എപ്പോഴാണ്? ഘടനാവാദം വരുന്ന ഒരു കാലം രാഷ്ട്ര നിർമ്മിതിയുടെ കാലമാണെങ്കിൽ നിർമ്മിക്കപ്പെട്ട രാഷ്ട്രങ്ങളൊക്കെ തകർന്നു പോകുന്ന ഒരു സന്ദർഭത്തിലാണ് അപനിർമ്മിതിയുടെ സിദ്ധാന്തങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിലനിൽക്കുന്ന രാഷ്ട്രീയാധികാരക്രമവും വൈജ്ഞാനികതയും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരാൾ എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ സ്വത്വ പഠനങ്ങൾ ധാരാളമായിട്ട് നടന്നിട്ടുള്ളത്? ആ പഠനം പോലും വാസ്തവത്തിൽ സ്വത്വത്തെ അതിൻ്റെതായ രീതിയിലും അതിന്റെ നിലപാടിലുമാണോ അന്വേഷിക്കപ്പെട്ടത് എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. കാരണം അതൊരു വിമർശനം
വിമർശനമായിട്ട് മറ്റൊന്നും ഉന്നയിക്കപ്പെടേണ്ടതാണ്. ഫോക്ലോറിന്റെ ഒക്കെ പേരിൽ എത്രയോ ജാതി പഠനങ്ങൾ, ഇന്ന ജാതിയും തൊഴിൽ സംസ്കാരവും എന്നുള്ള രീതിയിലുള്ള പഠനങ്ങൾ ധാരാളമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നാം വിജ്ഞാന നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർസെപ്ഷനെ നിശ്ചയിക്കുന്ന സിദ്ധാന്തങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന്റെ അകത്ത് പോലും ഒരു രാഷ്ട്രീയ അധികാരത്തിന്റെ പ്രശ്നം അന്തർഭവിച്ചിട്ടില്ലേ എന്നുള്ളതും അതും ചർച്ചയുടെ ഭാഗമായിട്ട് പരിഗണിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു 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 ആലോചനയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ ചിലത് മാഷിന്റെ പ്രഭാഷണത്തോട് ഒപ്പം നിന്നുകൊണ്ടാണ്, ഞാൻ അതിനെ എതിർത്തോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിയോ അല്ല പറയുന്നത്. മാഷ് ഇതെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മാഷ് നമ്മുടേതായിട്ടുള്ള സിദ്ധാന്തങ്ങൾ, നമ്മുടെ ജീവിത പരിസരത്തിൽ നിന്ന്, ചരിത്ര പരിസരത്തിൽ നിന്നൊക്കെ രൂപപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങൾ നമ്മളെ പരമാവധി മാറ്റി നിർത്തുന്നു എന്നും അതല്ലാത്ത സിദ്ധാന്തങ്ങളെ യാന്ത്രികമായി നമ്മൾ പ്രയോഗിക്കുന്നു എന്നൊക്കെ മാഷ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഫോക്ലോർ പഠനത്തിലൊക്കെ എത്രയോ കാലമായി നമ്മൾ പറയുന്നതാണ്, ഏതെങ്കിലും ഒരു അനുഷ്ഠാനത്തെ എടുത്ത് പറയുമ്പോൾ കുന്നിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു തേങ്ങയേറ് നടത്തി കഴിഞ്ഞാൽ തേങ്ങ എറിഞ്ഞ് തേങ്ങ പൊട്ടിയിട്ട് ധാരാളം നീര് താഴേക്ക് ഒഴുകുന്നു. അപ്പൊ ഇത് മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള അനുകരണ മന്ത്രവാദമാണ് എന്ന് പെട്ടെന്ന് സിദ്ധാന്തം ഉണ്ടാക്കുകയാണ്. പാമ്പ് എവിടെയെങ്കിലും വന്നാൽ അത് രതിയാണ് എന്ന് ഫ്രോയിഡിനെ ഉന്നയിച്ച് സിദ്ധാന്തം ഉണ്ടാക്കുകയാണ്. പക്ഷെ അതിനു പകരം ഈ സംസ്കാരത്തിനകത്ത് അത് എന്താണ് എന്ന് നോക്കിയിട്ട്, ഫ്രോയിഡ് പറഞ്ഞ ഒരു സന്ദർഭത്തിലോ സംസ്കാരത്തിലോ ഒന്നുമല്ല നമ്മുടെ നാട്ടിലെ സംസ്കാരവും വിജ്ഞാനവും രൂപപ്പെട്ടത് എന്നതുകൊണ്ട് അത്തരമൊരു അന്വേഷണത്തിന് ഒരു കാലത്തും നമ്മൾ മുതിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കൊളോണിയൽ പരിസരത്തിലുണ്ടായി വന്നിട്ടുള്ള ആധുനികതയുടെ സിദ്ധാന്തങ്ങളെല്ലാം നമ്മൾ ഇന്ന് വിമർശനാത്മകമായി സമീപിക്കുന്നുണ്ട്. അങ്ങനെ വിമർശനാത്മകമായി സമീപിക്കുമ്പോഴാണ് നമ്മൾ എംപയർ റൈറ്റ്സ് ബാക്ക് എന്നൊക്കെ, എങ്ങനെയാണ് ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം നേരത്തെ കേന്ദ്രത്തിൽ നിന്നാണ് എഴുതി തുടങ്ങിയത് എങ്കിൽ ഇപ്പോൾ അരികുകളിൽ നിന്ന് എഴുതുന്നത് എങ്ങനെയാണ്? അത് അവിടെയാണ് ദളിത് പഠനങ്ങളോ അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങളെ കുറിച്ചോ പോപ്പുലർ സംസ്കാരത്തെ കുറിച്ചോ ഒക്കെയുള്ള പഠനങ്ങൾ ഒരു പക്ഷേ നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് കോളനി പ്രാന്തം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് ഇപ്പോൾ സ്വയം സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനേക്കുള്ള അന്വേഷണങ്ങൾ പോകാനോ അതിനെ മുൻനിർത്തിയുള്ള ജ്ഞാനനിർമ്മിതികൾ ഉണ്ടാകാനോ തുടങ്ങുമ്പോഴാണ് വാസ്തവത്തിൽ കോളനിയുടെ അധികാരവും അതിന്റെ വിജ്ഞാനവും ഒക്കെ വിമർശന വിധേയമായി തീരുന്നത് എന്നാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇങ്ങനെയുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ഗവേഷണം പഠിപ്പിക്കുമ്പോൾ കോഴ്സ് വർക്കിന്റെ ഒക്കെ ഭാഗമായിട്ട് കുറച്ച് സിദ്ധാന്തങ്ങളൊക്കെ പഠിപ്പിക്കും. പക്ഷെ ഈ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒരു ജ്ഞാനശാസ്ത്രത്തിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒരു എപ്പിസ്റ്റമോളജിക്കൽ ആയിട്ടുള്ള അത് രൂപപ്പെട്ടു വന്നതിന്റെ വഴികളെ കുറിച്ച് ഇത് ഒരിക്കലും പരിഗണിക്കാതെയാണ് പലപ്പോഴും നമ്മുടെ സിലബസുകൾ, നമ്മുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ ഒക്കെ നടക്കുന്നത് എന്നാണ്. എനിക്കറിയാം എൻ്റെ 10 മിനിറ്റ് സമയത്തിന് പരിമിതിയുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത്രയും പറഞ്ഞിട്ട് വിരമിക്കുകയാണ്. സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ബാക്കി പിന്നീട് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ കൂട്ടിച്ചേർക്കാം. ഓക്കെ. ശ്രീശൈല ഉണ്ണീകൃഷ്ണൻ സാറിന് എന്തോ സാങ്കേതിക തടസ്സമുണ്ട്. ബഹുമാനിയായ PM സുരജ ടീച്ചറെ പ്രതികരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു. ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ സാർ, ഉണ്ണീകൃഷ്ണൻ സാർ, മറ്റ് പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? താങ്ക് യു. വളരെ വിശദമായ ഒരു അവതരണം നേരത്തെ ഭരതൻ മാഷ് പറഞ്ഞ പോലെ തന്നെ 45 മിനിറ്റിൽ അവതരിപ്പിക്കാവുന്നതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഏറ്റവും സമഗ്രമായിട്ട് ബെഞ്ചമിൻ സാറും അതിനുശേഷം അതിനെ വിലയിരുത്തിക്കൊണ്ട് ഭരതൻ സാറും വളരെ വിശദമായ ഒരു അവതരണങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാഷ് പറഞ്ഞത് തന്നെയാണ്. അത് കൂട്ടിച്ചേർക്കലല്ല, മാഷ് പറഞ്ഞതിനോട് അംഗീകരിക്കുകയാണ്. ഗവേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മൗലികത തന്നെയാണ്. എപ്പോഴും ആലോചിക്കുന്ന ഈ ഗവേഷണത്തിൽ കടന്നു വരുന്ന യാന്ത്രികത, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഡിഗ്രികൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആവശ്യത്തിലധികമുള്ള പ്രാധാന്യം നമുക്ക് വരുന്നത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള മൗലികത കുറവ് എന്നൊരു ആലോചനയ്ക്ക് ഒരു സ്കോപ്പ് ഉണ്ട് തോന്നുന്നു. അത് മൗലികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു റിസർച്ച് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം അതിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും അന്വേഷിക്കാറില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാല്, ഈ സിനോപ്സിസിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് നമ്മൾ ഈ കുട്ടികൾ സിനോപ്സിസ് ഉണ്ടാക്കി വരുന്ന സമയത്ത് അവർ അതിലെ തിയറിയും ചാപ്റ്റർ റിവിഷനും എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് സിനോപ്സിസിന്റെ റിസർച്ചിന് ആരംഭിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ തന്നെ ഞാൻ ചിലപ്പോൾ മിക്കവാറും അത്ഭുതപ്പെടാറുണ്ട്. മാഷിപ്പത് പറഞ്ഞപ്പോഴാണ് അതിനകത്തുള്ള ഒരു വൈരുദ്ധ്യം കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാവുന്നത്.
അപ്പൊ നമുക്കിവിടെ എന്താ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്ന്, ജ്ഞാനനിർമ്മിതിയെ കുറിച്ചാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് നമുക്ക് ജ്ഞാനം നിർമ്മിക്കാൻ സാധിക്കാത്തത്? ആ ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയെ അഭിസംബോധന ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത് അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളരെ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ സാമൂഹിക പശ്ചാത്തലമൊക്കെ വളരെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ കാലം AI-യുടെ കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ കാലമാണ്, നിരവധിയായ സോഫ്റ്റ്വെയറുകളുടെ കാലം. അപ്പൊ പലപ്പോഴും ഗവേഷണത്തിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മൾ ആവശ്യമില്ലാത്ത നമ്മളെന്ന് പറയുന്നത് ഈ സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള വ്യവസ്ഥ ആവശ്യമില്ലാത്ത സാങ്കേതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. 2 കുത്ത് വേണോ, 1 കുത്ത് വേണോ, കോമ വേണോ, കൊല്ലം അത് കഴിഞ്ഞിട്ട് എഴുതണം പോലെയുള്ള നമ്മൾ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രാധാന്യം അല്ലെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞ പ്രാധാന്യം കൊടുക്കുന്നത് എന്റെ സംശയമാണ്. ആ കൊടുക്കൽ നമ്മുടെ അതായത് ശരിക്കും നമ്മൾ തിയറി അല്ലെങ്കിൽ നമ്മളൊരു ആശയത്തെ ഉണ്ടാക്കുന്നതിൽ കൊടുക്കേണ്ട പ്രാധാന്യത്തിൽ അപ്പുറമായിട്ട് പലപ്പോഴും പോകുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് ഈ ഗവേഷണവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തോന്നാറുണ്ട്. ഒന്ന് ഒരു അഭിപ്രായം എന്ന നിലയ്ക്ക് പറയാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി AI-ക്ക് ചെയ്യാൻ പറ്റാത്ത പോലെ എങ്ങനെയാണ് നമ്മൾ ഗവേഷണം നടത്തുക എന്നുള്ളത്. അപ്പോ മാഷി പറഞ്ഞ ഉത്തരത്തിലേക്കാണ് അത് അവസാനം അത് എത്തിച്ചേരുന്നത് അങ്ങോട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾക്ക് നിലവിലുള്ള എല്ലാ ഡാറ്റകളും ലോകത്തുള്ള ഏത് സ്ഥലത്ത് കിട്ടുന്ന ഡാറ്റയെയും അപഗ്രഥിക്കാനും അതിനെ കളക്ട് ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. അതിനെ യാന്ത്രികമായിട്ട് അപഗ്രഥിച്ചാൽ മതിയെങ്കിൽ അതൊരു യന്ത്രത്തിന് സാധിക്കുന്നതുമാണ്. എന്നാൽ അതിനപ്പുറത്ത് നമ്മൾ എങ്ങനെയാണ് കടക്കുക? അവിടെയാണ് മാഷ് പറഞ്ഞ പോലെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച്, നമ്മുടെ വെല്ലുവിളികളെ കുറിച്ച്, നമ്മുടെ സാധ്യതകളെ കുറിച്ച്, മറ്റുള്ളവർ അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ ജീവിത പരിസരങ്ങളെ കുറിച്ചും ആത്മസംഘർഷങ്ങളെ കുറിച്ചും എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്ന സംഘർഷങ്ങളെ ഗവേഷണത്തിനകത്ത് വേണ്ടത്ര പരിഗണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എഴുത്തുകാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൃതികളുടെ ഉള്ളിൽ നടക്കുന്ന സംഘർഷങ്ങളെ നമുക്ക് ഒരു യാന്ത്രികമായ മാനദണ്ഡവും വെച്ചിട്ട് വിലയിരുത്താൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വളരെ മൗലികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ യാന്ത്രികത ആണ് നമ്മൾ ആദ്യം ഉപേക്ഷിക്കേണ്ടത് എന്ന് തോന്നുന്നു. മാഷ് വളരെ സൂക്ഷ്മമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. അതിൽ വലിയ സന്തോഷമുണ്ട്. ഈ കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതാണ് എന്നും എപ്പോഴും എനിക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഈ കാര്യം തന്നെയാണ്. എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ യന്ത്രങ്ങൾക്ക് സാധിക്കാത്ത വിധത്തിൽ കൂടുതൽ മാനുഷികമായി, നമ്മൾ ഈ പോസ്റ്റ് ഹ്യൂമൻ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യനെ നമുക്ക് തള്ളിക്കളയാനോ അല്ലെങ്കിൽ മനുഷ്യേതരമായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കാനോ സാധിക്കില്ല. അപ്പൊ നമ്മൾ ജീവിക്കുന്ന അവയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. നമ്മളിപ്പം ഒരു ഗവേഷണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ആദ്യം നമ്മുടെ മുമ്പിലുള്ളത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഡാറ്റ കളക്ട് ചെയ്യാൻ, ഒരുപക്ഷെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളായിട്ട് ബന്ധപ്പെടാൻ ഒക്കെ ഈ അവസരങ്ങൾ, ഈ ഇത്തരം സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക്, ചിന്തയിലേക്ക്, മാഷ് നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ബ്രെയിൻ ചൂട് പിടിച്ചിട്ട് നമ്മുടെ സ്വന്തം സിദ്ധാന്തങ്ങൾ ഉണ്ടാവണം എന്ന് മാഷ് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചിന്തയെ ചൂട് പിടിപ്പിക്കാനുള്ള തീപ്പെട്ടിക്കൊള്ളികളായിട്ടോ അല്ലെങ്കിൽ വിറകുകൊള്ളികളായിട്ടോ ഒക്കെ ഈ പറഞ്ഞ സാങ്കേതിക വിദ്യകളെയും സാഹിത്യ സിദ്ധാന്തങ്ങളെയും ഉപയോഗിക്കണം. മാഷ് പറഞ്ഞതിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, സാഹിത്യത്തിന് പലപ്പോഴും നമ്മുടെ പഠന മേഖലകളിൽ വന്നിട്ടുള്ള ഒരു കുറവാണ്. ഞാൻ പല സാഹചര്യങ്ങളിൽ ആവർത്തിക്കാറുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണിത്. പലപ്പോഴും നമ്മൾ സാഹിത്യത്തെ രണ്ടാന്തരമാക്കി കാണുക എന്നുള്ള ഒരു പ്രവണത ഈ ഭാഷാ ഗവേഷണത്തിൽ ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് മാറ്റേണ്ടത്? എങ്ങനെയാണ് നമുക്ക് സാഹിത്യത്തെ അല്ലെങ്കിൽ അതിലെ ലിറ്റററിനെസ് എന്ന് പറഞ്ഞ സംഭവത്തെ കൂടുതൽ പ്രാധാന്യത്തോടെ കണ്ടെടുക്കേണ്ടത്? അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, വൈയക്തികവും വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഒരച്ചിലുകൾ, ഇതൊക്കെ തന്നെ ചർച്ചകളിലേക്ക് വരേണ്ട ഒരു ഘട്ടമാണ്. ചിലപ്പോൾ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ നമുക്ക് പുതിയ സാഹിത്യ സിദ്ധാന്തങ്ങളെ അല്ലെങ്കിൽ പുതിയ സിദ്ധാന്തങ്ങളെ, പുതിയ അറിവുകളെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ സിദ്ധാന്തങ്ങളെയൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവാം. പക്ഷെ അവിടെ നിന്ന് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പൊ നേരത്തെ ബെഞ്ചമിൻ സാർ തന്നെ പറഞ്ഞ പോലെ നമ്മുടെ ഗവേഷണത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ആദ്യം നമ്മൾ സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള പഠനങ്ങളിലാണ് ഊന്നൽ കൊടുക്കുന്നത്. പിന്നീട് അവരുടെ സംഭാവനകളിലേക്ക്, അവരുടെ കേന്ദ്ര ആശയങ്ങളിലേക്ക് നമ്മൾ പോയി. ഒരിക്കലും നമ്മൾ ഇപ്പോഴും സാഹിത്യകാരന്മാരെ അതേപോലെ എടുത്ത് പഠിക്കുന്ന ചില ആൾക്കാരെ നമുക്ക് കാണാം. അതുകൊണ്ട് അത്
അത്തരത്തിലുള്ള പ്രവണതകളല്ല ഇനി ഇന്നത്തെ കാലത്ത് വേണ്ടത്. നമ്മുടെ ഭാഷ ഒരു ഗവേഷണം മൊത്തത്തിൽ എടുക്കുമ്പോൾ നമ്മൾ കുറെ മുന്നിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മൾ ഈ സിദ്ധാന്തങ്ങളുടെ യാന്ത്രികതയെയും മറികടക്കേണ്ടതാണ് എന്നും അതിനുള്ള ശ്രമങ്ങളുടെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഗൗരവമുള്ള ഗവേഷണ ചർച്ചകൾ ആവശ്യമാണ് എന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മാസ്റ്റർ പ്രസംഗം അല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ് എന്ന് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുട്ടിയെ പോലെ അത് വളരെ കൗതുകത്തോടെയാണ് ഞാൻ കേട്ടിരുന്നത്. എന്തായാലും വലിയ സന്തോഷം. ഇതിലെ കൂടുതൽ ചർച്ചകളും തുടർച്ചകളും ഉണ്ടാവട്ടെ. വിരമിക്കുന്ന ഉണ്ണീഷൻ മാഷക്ക് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. ശ്രീശൈല ഉണ്ണികൃഷ്ണൻ സാറിന് സാങ്കേതികമായ എന്തോ ഒരു തടസ്സം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പരിപാടിയിൽ ഇനി പ്രതികരണങ്ങളാണ് വരേണ്ടത്. ഇപ്പൊ ബെഞ്ചമിൻ സാറിനോട് നേരത്തെ തന്നെ കുറച്ച് കുട്ടികൾ ചോദ്യങ്ങൾ അവർക്ക് ആ ചോദ്യങ്ങൾ തുടരാറുണ്ട്. ആയിട്ട് ഇത് ഓണാക്കാൻ പറ്റുന്നില്ല. ശരി ശരി ശരി, സന്തോഷം. ഭരതൻ മാഷും സന്തോഷം. ഭരതൻ മാഷും സുരജ ടീച്ചറും ഹലോ കേൾക്കാവോ? ഹലോ കേൾക്കാം. സംശയങ്ങൾ ചോദിച്ചു തുടങ്ങാവുന്നതാണ്. ശ്രീശൈല ഉണ്ണികൃഷ്ണ സാറിന് എന്തോ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് നെറ്റ് കവറേജുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, പറ്റുമെങ്കിൽ. ഹലോ സാർ, സംശയം എന്താ ഇതിനെപ്പറ്റി എൻ്റെ ഒരു കാഴ്ചപ്പാടുകൾ അതുപോലെ സംശയങ്ങളും പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാമല്ലോ സാർ? സാർ കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോ ടീച്ചർ. ഞാൻ കവിത. സാർ ഞാൻ പറയട്ടെ. ബെഞ്ചമിൻ സാർ പറഞ്ഞതിനോട് വളരെ അധികം യോജിക്കുന്നു. കാരണം ഞാനിത് എംഫിൽ കഴിയാതെയാണ് ഗവേഷണ രംഗത്തേക്ക് വന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു ധാരണ ഈ പറഞ്ഞതുപോലെ വരുന്നതിന് മുമ്പ് തന്നെയാണ് നമ്മൾ ആദ്യത്തെ സിനോപ്സിസ് വെക്കേണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ ഈ ധാരണ കുഴപ്പങ്ങൾ നമുക്ക് ഉണ്ടാകും. അപ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ഇരുന്നപ്പോൾ എനിക്ക് ഈ ധാരണ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാറ് പറഞ്ഞതുപോലെ നമ്മുടെ രീതിശാസ്ത്രം ഇതെല്ലാം ശരിക്കും ഒരു കാഴ്ചപ്പാട് നമുക്ക് സ്വതസിദ്ധമായി രൂപപ്പെടുത്തി വരാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ അങ്ങനെ ഒരു അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യേണ്ടി വരികയാണ്. പ്രത്യേകിച്ച് എംഫിലൊന്നും ഇല്ലാതെ ഒരാൾ വരുമ്പോഴേക്കും. അപ്പോൾ അതെനിക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സാറ് പറയുന്നത് വളരെ ശരിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി ഒരു കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നത് ഒരു 1.5 വർഷം വരെയെങ്കിലും ഡേറ്റ കളക്ട് ചെയ്യുകയും അതോടൊപ്പം ഇതിനെപ്പറ്റി നല്ലവണ്ണം മനനമൊക്കെ ചെയ്ത് വരുമ്പോഴായിരിക്കും ശരിക്കും ഒരു ധാരണ, അല്ലെങ്കിൽ 1 വർഷമെങ്കിലും കുറയ്ക്കുന്നത്. അതിന് ശേഷമായിരിക്കണം ഈ പറഞ്ഞതുപോലെ രീതിശാസ്ത്രത്തെ പറ്റി ഒരു ബോധ്യം ഉണ്ടാവുന്നതും അതേപോലെ നമ്മുടെ അധ്യായ വിഭജനത്തെ പറ്റി ഒരു അറിവ് ശരിക്കും നമുക്ക് സ്വതസിദ്ധമായിട്ടുണ്ടാകുന്നതൊക്കെ അപ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഈ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും വരേണ്ടതാണ്. അപ്പോൾ നമുക്കത് മൗലികമായിട്ടൊരു പ്രതിഭ രൂപപ്പെട്ട് വരുന്നതിന് തീർച്ചയായിട്ടും ഒരു സമയം എടുക്കും. അതൊരു പരിഗണന നമ്മുടെ ഈ ഗവേഷണ രംഗത്ത് ഉണ്ടാവണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രീ സബ്മിഷന് മുമ്പ് ശരിക്കും ഒരു ഉറച്ച ധാരണയിലേക്ക് വരുമ്പോഴായിരിക്കണം പ്രീ സബ്മിഷൻ വരേണ്ടത്. പക്ഷെ 3 മാസം കഴിയുമ്പോൾ നമ്മൾ ഫൈനൽ വെക്കുകയാണ്. പിന്നെ അത് വലിയ കാര്യമായ തിരുത്തലപ്പോൾ വരുത്താൻ നമുക്ക് പിന്നെ പറ്റില്ലല്ലോ. പക്ഷെ പ്രീ സബ്മിഷനാണ് പലപ്പോഴും ഇപ്പോൾ പലരുടെയും ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തലക്കെട്ട് മാറ്റണം, ഇങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായങ്ങളും ഇപ്പോൾ പലപ്പോഴും വരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഗവേഷകന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. കാരണം പിന്നെ 3 മാസത്തിനകം വെക്കണമല്ലോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഒരു 4 മാസം അല്ലെങ്കിൽ 5 മാസം എങ്കിലും കിടക്കെ പ്രീ സബ്മിഷൻ വരുന്നതായിരിക്കും ഇത് കുറച്ചുകൂടി അർത്ഥവത്താക്കുന്നതിന് സഹായിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊന്ന്, ഇവിടെ സാറ് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടേതായ മൗലികമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഭാഷകളിൽ മൗലികമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്ന് സാറ് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് സിദ്ധാന്തങ്ങളും മറ്റും. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ രംഗത്തേക്ക് വരുന്നതിന് പ്രചോദനമായ കൃതിയാണ് നമ്മുടെ മുകുന്ദന്റെയും അതുപോലെ ഒ.വി. വിജയന്റെയും സക്കറിയുടെയൊക്കെ പഠനങ്ങളിൽ നമ്മുടെ സാറ് നടത്തിയിട്ടുള്ള ഒരു പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സാറ്
തൻ്റെതായിട്ട് ഓരോ എഴുത്തുകാരനും ഓരോ കഥകളിലൂടെയും അവനവന്റെ ആത്മീയത അല്ലെങ്കിൽ അവനവന്റെ സ്വത്വം അതിന്റെ ഒരു അന്വേഷണം നടക്കുകയാണെന്നൊരു തിരിച്ചറിവ് ആ കൃതിയിലുള്ളതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് പുതുതായിട്ടൊരു അന്വേഷണ മണ്ഡലം അതിൽ രൂപപ്പെട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രചോദനമായിട്ടൊരു തീസായിട്ട് ഞാനിത് തീസ് എഴുതുന്നതിന് മുമ്പ് അതുപോലുള്ള കുറച്ച് തീസുകൾ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയുള്ള ചിലതെങ്കിലും നമ്മുടെ മണ്ഡലങ്ങളിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു. മറ്റൊന്ന് ഇപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ, ഈ സാങ്കേതികത നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റൈൽ ഷീറ്റ് ഉണ്ടല്ലോ സാറേ, അപ്പൊ അതിനെ വിട്ടിട്ട് നമുക്ക് നമ്മുടേതായിട്ടൊരു സാങ്കേതികത്വത്തിലേക്ക് പോകുമ്പോൾ അത് ലോക നിലവാരത്തിലുള്ള ഒരു തീസിന്റെ ഘടനയ്ക്ക് വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യൂലേ. അപ്പോൾ നമുക്ക് ആ ലോക നിലവാരത്തിലുള്ള ഒരു തീസിന്റെ ഘടന പാലിക്കുകയും ഒപ്പം നമ്മുടെ ദേശീയമായതോ അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശികവുമായിട്ടുള്ള സാംസ്കാരിക ഉൾക്കൊള്ളുന്നതുമാകുന്ന തരത്തിൽ വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാവുന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. മറ്റൊന്ന്, എനിക്ക് സാറ് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മുടേതായിട്ടുള്ള ഒരു തനിമയോട് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞതിൽ ഞാനൊരു കുമാരനാശന്റെ സ്തോത്ര കാവ്യങ്ങൾ അധികം ആരും പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അതൊരു പഠനത്തിന് വലിയൊരു തീസിസ് ആയിട്ടല്ല, ചെറിയൊരു ലേഖനം എഴുതാൻ എടുത്തതാണ്. പക്ഷെ അതിനൊരു പഠനത്തിന് ഞാൻ നാരദീയ ഭക്തി സൂത്രങ്ങളുടെയും അതുപോലെ ഗീതയിലെ ഭക്തി ആ ഒരു 2 കാര്യങ്ങളും എടുത്തിട്ട് അത് എത്രമാത്രം സ്തോത്ര കാവ്യങ്ങളിൽ ആശാന് പ്രചോദനമായിട്ടുണ്ട്. അപ്പൊ അതിന് എത്രമാത്രം അദ്ദേഹം ആദ്വൈതവും സിദ്ധാന്തവും മറ്റും ഉൾക്കൊണ്ട് എഴുതാൻ പറ്റി. അതിന് നാരദീയ ഭക്തി സൂത്രങ്ങളെ പോലെ നമ്മുടെ തദ്ദേശീയമായിട്ടുള്ളത് എടുക്കാൻ പറ്റും. നമ്മുടെ കൂടെ തന്നെയുള്ള കീർത്തി വിദ്യാസാഗർ വക്രോക്തി ജീവിതം ഭാരതീയതയിൽ രൂപപ്പെട്ട ഒരു പഴയ സിദ്ധാന്തമാണല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ആശാൻ കൃതികളെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ട് വരുന്നത് നല്ലതായിരിക്കുമെന്ന് സാറ് പറഞ്ഞതായിട്ടാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലായത്. അത് എത്രമാത്രം ശരിയായി തീരുമെന്നത് സാറിന്റെ ഒരു അഭിപ്രായം ആഗ്രഹിക്കുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഇതുപോലെ ധാരാളം ഭക്തി പ്രസ്ഥാന എഴുത്തച്ഛന്റെ കൃതികളൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് ഇതുപോലെതായിട്ടുള്ള നമ്മുടേതായ തനിമയുള്ള സിദ്ധാന്തം രൂപപ്പെടുത്താൻ പറ്റുന്ന സാധ്യതകളുണ്ട് എന്നാണ് അങ്ങനെ ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ അതിനെ കുറച്ചുകൂടി വികസിപ്പിച്ച് വരുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു സാർ. അപ്പൊ തീർച്ചയായിട്ടും വളരെ മൗലികമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഭരത് സാർ പറഞ്ഞത് ശ്രദ്ധിച്ചു. സാറും അതിൽ നല്ലൊരു അഭിപ്രായങ്ങൾ പറഞ്ഞു, ടീച്ചറും പറഞ്ഞു. അതുപോലെ ഇത്രയും ആരോഗ്യപരമായിട്ടുള്ള വിഷമസ്ഥിതികളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു സെമിനാറിൽ വളരെ കൃത്യമായിട്ട് വളരെ തൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വളരെ ഒരു അവഗാഹത ഉണ്ടാക്കിയ ബെഞ്ചമിൻ സാറിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ഗൈഡ് സാറിനും ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി സാർ. 2 കാര്യങ്ങളാണ് കവിത പറഞ്ഞതിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത്. ഒന്ന്, ഈ അവസാന നിമിഷം കൊണ്ടുവന്ന് തലക്കെട്ട് മാറ്റുക എന്ന് പറയുന്നത് ഡോക്ടറൽ കമ്മിറ്റി അതിന്റെ ജോലി ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. PhD രജിസ്ട്രേഷൻ കൊടുക്കുന്നതിന് മുമ്പാണ് ശരിക്കുള്ള ഡോക്ടറൽ കമ്മിറ്റി കൂടുന്നത്. ഡോക്ടറൽ കമ്മിറ്റിയാണ് ഒരു തീസിസിന്റെ ഒരു ഗവേഷണ വിഷയത്തിന്റെ സാധ്യതയെ പറ്റിയും എത്രത്തോളം അതിന് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയും അതിന്റെ തലക്കെട്ടിന്റെ യുക്തിയെ പറ്റിയും ഒക്കെ കൂലങ്കഷമായി ചിന്തിക്കേണ്ടത്. അവിടെ വെച്ച് ഒരു സ്റ്റുഡന്റിന് ഒരു വിഷയം അംഗീകരിച്ചു കൊടുത്താൽ ഒരു പ്രീ സബ്മിഷൻ ഇതിൽ വെച്ചും അതിൽ മാറ്റം വരുത്താൻ പാടില്ല. അത് ഈ പറഞ്ഞ പോലെ ഗവേഷണ വിദ്യാർത്ഥിക്ക് ശല്യം ഉണ്ടാക്കുന്ന ഒരു സാധനം മാത്രമാണ്. അത് സൂപ്പർവൈസിംഗ് ടീച്ചേഴ്സ് അത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രീ സബ്മിഷൻ ഇതിനകത്ത് അഭിപ്രായങ്ങൾ പറയാം, അതനുസരിച്ച് വേണമെങ്കിൽ അവർക്ക് കുറച്ച് മാറ്റം വരുത്താം, കണ്ടന്റിലോ ഘടനയിലോ ഒക്കെ മാറ്റം വരുത്താം. പക്ഷെ വിഷയത്തിൽ തന്നെ അവിടെ കൊണ്ടുവച്ച് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ ഒരു വളരെ അശാസ്ത്രീയമായ ഒരു ഏർപ്പാടാണ്. അത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ വിഷയത്തിനെ പറ്റി ആലോചിക്കുന്നത്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ സായിപ്പിന്റെ ഒരു സിദ്ധാന്തം നമ്മൾ അതുപോലെ എടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ വക്രോക്തി എന്ന് പറയുന്ന റെഡിമെയ്ഡ് സിദ്ധാന്തത്തിനെയും നമ്മൾ എടുക്കുന്നത്. എന്റെ വാദം അതല്ല, ഈ പറഞ്ഞ സ്ഥാപിതമായ സിദ്ധാന്തങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു കാഴ്ചപ്പാട്. നിങ്ങൾ അതിന് സിദ്ധാന്തം എന്ന് വിളിക്കണമെന്നില്ല. അതേ സമയത്ത് ഈ സ്ഥാപിതമായ സിദ്ധാന്തങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊള്ളാവുന്ന
നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന അംശങ്ങൾ മുഴുവൻ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടനുസരിച്ച് നമുക്ക് ഇത് ചെയ്തുകൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പൊ അതിന് 5 തരം മൗലികതയുണ്ട്, അതിന് അടിസ്ഥാനം ഉണ്ടാവും. സാർ ഒരു കാര്യം പറയട്ടെ. പറയൂ. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കൊരു ഇന്റർനാഷണൽ ആയിട്ടുള്ള സ്റ്റൈൽ ബുക്ക് വേണ്ട എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് ഇപ്പൊ നമുക്ക് ധാരാളം സോഫ്റ്റ്വെയറുകൾ ഉണ്ട്, അതിലിട്ട് കൊടുത്താൽ മതി. നമുക്ക് ആ ഗ്രന്ഥസൂചിയായാലും അടിക്കുറിപ്പായാലും ആ സിസ്റ്റത്തിലേക്ക് വരും. അപ്പൊ നമ്മുടെ എനർജിയും നമ്മുടെ ബുദ്ധിയും ഒന്നും അത്തരം സാങ്കേതികമായ കാര്യങ്ങളിലേക്ക് ചെലവാക്കേണ്ടതില്ല. പകരം നമ്മൾ കുറെ കൂടി മൗലികമായ രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും നമുക്കൊരു ഇന്റർനാഷണൽ നിലവാരം വേണ്ട എന്നോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു മാനദണ്ഡം വേണ്ട എന്നോ അല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ വന്നെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഇല്ല, അങ്ങനത്തെ തെറ്റിദ്ധാരണയൊന്നുമില്ല. ഇതിലിപ്പോ വാസ്തവത്തിൽ ഞാൻ ഈ പ്രാദേശികമായി ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ സ്റ്റൈൽ ഷീറ്റ് ആകാം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഡോക്ടർ KM ജോർജ് എന്ന് നമ്മൾ എഴുതണമെങ്കിൽ ജോർജ് KM ഡോ എന്ന് എഴുതണം എന്നാണ് സ്റ്റൈൽ ഷീറ്റ് പറയുന്നത്, ഇല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അതെ അതെ. വാസ്തവത്തിൽ എന്തിനാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്? സായിപ്പിന്റെ രീതി അതാണ്. സായിപ്പിന്റെ പേരിന് മുമ്പ് ഉപയോഗിക്കുന്ന കുടുംബ പേരാണ്. കുടുംബ പേര് ഒരിക്കലും സായിപ്പിന്റെ പേരല്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയത്. നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത് ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റുകാർ രൂപപ്പെടുത്തിയ സാധനമാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ സൂപ്പർവൈസിംഗ് ടീച്ചേഴ്സിനെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിരുന്ന് മലയാള ഗവേഷണത്തിന് അനുയോജ്യമായ ഒരു സ്റ്റൈൽ ഷീറ്റ് ഉണ്ടാക്കിക്കൂടാ? പ്രത്യേകിച്ച് നമ്മുടെ തീസിസ് ഒന്നും വാല്യുവേഷന് ഈ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭാഷകളിലേക്കോ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് അപകടമൊന്നും സംഭവിക്കാനില്ല. ശരിയാണ് സാർ, വളരെ നല്ലൊരു ചിന്തയാണത്. അതിൽ നമുക്കൊരു കുറച്ച് ബോധ്യം ഉണ്ടായി ആരെങ്കിലും മുന്നോട്ട് വരുന്നതായിരിക്കും നല്ലത് സാറിനെ പോലെ. സാറേ നമസ്കാരം. ഹലോ സാറേ, കേൾക്കാമോ? ഹലോ കേൾക്കാം. സാറേ, ഞാൻ അശോക് ഡിക്രൂസ്. ഞാൻ ശാരീരികമായിട്ട് കുറച്ച് പ്രയാസത്തിലാണ്. എന്നാലും സാറിന്റെ ഈ സംസാരം കൊണ്ട് ക്ലാസ് ഉണ്ടെന്ന് ഉള്ളത് കൊണ്ട് ഒരു ആവേശത്തിന്റെ പുറത്ത് എഴുന്നേറ്റിരിക്കുന്നതാണ്. സാറിന്റെ ക്ലാസ് മുഴുവനും കേട്ടു. പിന്നെ കുറെ കാലമായി സാറിനെ കേട്ടിട്ടാനും അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നുകയും ചെയ്തു. പിന്നെ സാറിന്റെ സംസാരത്തില് 2 കാര്യങ്ങളെ കുറിച്ചൊന്ന് കമന്റ് ചെയ്യാമെന്ന് കരുതുന്നു. ഒന്ന് പൂർണ്ണമായ യോജിപ്പാണ്, ഒന്ന് ഒരു വിയോജിപ്പും കൂടിയാണ്. പൂർണ്ണമായി യോജിപ്പുള്ളതെന്ന് പറഞ്ഞാൽ സാറ് സിദ്ധാന്തങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ സിദ്ധാന്തങ്ങളെ കുറിച്ചുള്ള സാറിന്റെ വീക്ഷണകോണുകളുമായിട്ട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുകയാണ്. കാരണം എന്റെ അനുഭവത്തില് ചില PhD കഴിഞ്ഞ ചിലരോടെങ്കിലും എന്താ നിങ്ങളുടെ തീസിസ് എന്ന് ചോദിക്കുമ്പോൾ പലരും ടൈറ്റിൽ പറയുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ തീസിസ് എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അവര് രൂപപ്പെടുത്തിയെടുത്ത അവരുടെ സിദ്ധാന്തം, അവരെന്ത് സിദ്ധാന്തമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയാനുള്ള പ്രാപ്തി നേടാത്ത PhD ഹോൾഡേഴ്സിനെ പിന്നെ കുറെ കണ്ടിട്ടുണ്ട്, പിന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വാസ്തവത്തില് ഈ സിദ്ധാന്തങ്ങളുടെ കൂട്ടുപിടിച്ചിട്ട് എന്താണ് നമ്മൾ തെളിയിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പുതുതായി എന്ത് സിദ്ധാന്തത്തെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്ന ഒരു ഉൾക്കാഴ്ച കിട്ടാത്ത PhD ഹോൾഡേഴ്സ് ഉണ്ട്. അവരുടെ ഇടയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് എന്നുള്ളത് ആ ഒരു സന്ദർഭത്തിൽ സാറിന്റെ ഈ പിന്നെ സിദ്ധാന്തങ്ങളെ കൂട്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സൈദ്ധാന്തികമായി ബലപ്പെടണമെന്ന് പറയുന്ന ആ വാദത്തോട് പൂർണ്ണമായി യോജിക്കുകയാണ്. അതേസമയം സാറ് പിന്നെ പറഞ്ഞ ഒരു സംഗതി സിനോപ്സിസുകളെ കുറിച്ച്, ഈ വാസ്തവത്തിൽ സാറ് പറഞ്ഞത് റിസർച്ച് പ്രപ്പോസലുകളെ കുറിച്ചാണ്. അതായത് ഒരു വിദ്യാർത്ഥി ഒരു ഗവേഷകനാകാൻ വേണ്ടി ആദ്യമേ ഒരു അഭിമുഖ പരീക്ഷയ്ക്ക് വരുമ്പോൾ സമർപ്പിക്കുന്ന റിസർച്ച് പ്രപ്പോസലിൽ എന്തിനാണ് ഇത്രയും വ്യവസ്ഥാപിതമായി ആ ആളെ കൊണ്ട് ചാപ്റ്റർ ഡിവിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത്രയൊക്കെ ആവശ്യമുണ്ടോ, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചെടുത്ത് എനിക്ക് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉള്ളത്, വാസ്തവത്തിൽ ഈ ഗവേഷകരുടെ അഭിരുചി പരിശോധിക്കുന്ന വേളയിൽ അത് തീർച്ചയായിട്ടും കുറെ പേരെങ്കിലും MPhil കഴിഞ്ഞവരായിരിക്കും, കുറെ പേരെങ്കിലും JRF കഴിഞ്ഞവരോ PhD എൻട്രൻസ് എഴുതിയവരോ നെറ്റ് പിന്നെ ക്വാളിഫൈ ചെയ്തവരോ
അങ്ങനെ ഗവേഷണ അഭിരുചിയിലൂടെ കടന്നു പോയിട്ടുള്ള സ്കോളേഴ്സ് അല്ലെങ്കിൽ ആസ്പിറൻസ് ആയിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചോളം എന്താണ് പഠിക്കാൻ പോകുന്നത്, പഠന ലക്ഷ്യം എന്താണ്, ഹൈപ്പോത്തസിസ് എന്താണ്, എന്നിങ്ങനെയുള്ള പ്രാഥമികമായ കാര്യങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കുകയും ആ ധാരണയിന്മേൽ ഈ അഭിമുഖ പരീക്ഷ നടത്തുന്നവർക്ക് ആ ധാരണകളെ ഉറപ്പിക്കാൻ കിട്ടുകയും ചെയ്യുന്ന ഒരു അവസരമാണ്. സാർ ഈ പറഞ്ഞതുപോലെ ചാപ്റ്റർ ഡിവിഷൻ അവിടെ പ്രസക്തമല്ലെങ്കിലും എനിക്ക് തോന്നുന്നത് മലയാളത്തിലൊഴികെ മറ്റ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലൊക്കെ മിക്കവാറും ഞാൻ ഈ റിസർച്ച് പ്രപ്പോസൽ കണ്ടിട്ടുള്ളതില് അതില് ടൈം ഷെഡ്യൂൾ വരെ എത്ര കാലം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ഡേറ്റ കളക്ഷൻ എത്ര കാലം എടുക്കും, പ്രൈമറി റീഡിങ്സിന് എത്ര കാലം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വ്യവസ്ഥകളും കൂടി അവർ കൂട്ടിച്ചേർക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്ന ആ വ്യവസ്ഥകളെ കുറിച്ചല്ല, തീർച്ചയായിട്ടും പിന്നെ സാറ് പറഞ്ഞ ആ ഒരു സ്പിരിറ്റിനെ അംഗീകരിക്കുന്നു. അതേസമയം ഈ ഒരു ഗവേഷണാഭിരുചി ഉണ്ടോ ഈ മുന്നിലിരിക്കുന്ന ആളിന് എന്ന് കണ്ടെത്താൻ പിന്നെ തീർച്ചയായിട്ടും ഗവേഷണം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ആ ഗവേഷണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇദ്ദേഹം എന്താണ് ലക്ഷ്യമിടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ആളിൽ നിന്ന് കിട്ടാൻ വേണ്ടി അത്തരം ഒരു വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെയാണോ സാർ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അതിനോട് ഒരു ചെറിയ ഡിസന്റ്, ഒരു വിയോജിപ്പ് ഞാൻ ബഹുമാനത്തോടു കൂടി രേഖപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. സാറിനെ പിന്നെ അതുപോലെ ഇടയ്ക്ക് സംസാരത്തില് പിന്നെ സുരജ ടീച്ചറും അതുപോലെ കവിത ടീച്ചറൊക്കെ സംസാരിച്ചതില് ഈ നമ്മുടെ സ്റ്റൈൽ ഷീറ്റുകളെ കുറിച്ച് പറഞ്ഞു. അത് പ്രധാനമായും നമ്മൾ APA അല്ലെങ്കിൽ MLA സ്റ്റൈൽ ഷീറ്റ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഇപ്പം പിന്നെ ഈ ഇന്ത്യക്ക് പുറത്തുള്ള ഏതാണ്ട് എല്ലാ സർവകലാശാലകളും അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഈ ഏത് സ്റ്റൈൽ ഷീറ്റ് ആണോ ചെയ്യേണ്ടത് അതിന് PhD സ്കോളേഴ്സിന്, റിസർച്ച് സ്കോളേഴ്സിനെ സഹായിക്കുന്ന തരത്തില് വിൻഡോ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോയിലേക്ക് നമ്മൾ പുസ്തകവും എഴുത്തുകാരന്റെ പേരും വർഷവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവര് എന്താണോ അതിനകത്ത് ഇൻപുട്ട് കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അത് ജനറേറ്റ് ചെയ്ത് കിട്ടും. അത്രയും നമുക്ക് എഫർട്ട് കുറവാണ്. കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ ഒരു ഏർപ്പാടുള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ഇവര് ഈ APA അല്ലെങ്കിൽ MLA സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുമ്പോഴും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, നമ്മുടെ പടയണിയോ തെയ്യത്തെയോ ഇവരാരും ഇതുവരെ ഈ സ്റ്റൈൽ ബുക്കിലോ സ്റ്റൈൽ ഷീറ്റിലോ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് റെഫറൻസ് എങ്ങനെ ചെയ്യണമെന്ന് ഇത് ആരും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർനെയിം ഉപയോഗിച്ച് ചെയ്യുന്നത് പിന്നെ യൂറോപ്യന്മാരുടെ ഒരു രീതിയാണ്. അതാണ് അവർ പിന്തുടരുന്ന വ്യവസ്ഥയും. ഈ പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ജെന്നി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂളുണ്ട്. ജെന്നി ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ജെന്നിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്നി തീസിസ് വരെ എഴുതി തരുന്ന കാലത്താണ് നമ്മൾ ഇരുന്നുകൊണ്ട് ഈ വ്യവസ്ഥകളെ കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ് വളരെ കൗതുകരമായ ഒരു കാര്യം. അപ്പൊ സാറിന്റെ ഈ സംസാരം ഇന്ന് കേട്ടതിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. ഇന്നത്തെ ദിവസം ധന്യമായി. അതുപോലെ തന്നെ പ്രിയപ്പെട്ട AM ഉണ്ണികൃഷ്ണൻ സാറിനും അതുപോലെ ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ മാഷിനുമുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു. ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. മാഷ് ബെഞ്ചമിൻ സാറും സുരജ ടീച്ചറും ഭരതൻ മാഷും ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളും അതല്ലാത്ത കാര്യങ്ങളെ കുറിച്ചും ഈ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. അതിനുശേഷം ബെഞ്ചമിൻ സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാഷിനും പറയാം. അതിനുശേഷം നന്ദി പ്രകാശനത്തോടുകൂടി നമ്മുടെ ഈ 5 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വെബിനാർ പൂർണ്ണമാകും. മെയ് 19 അടൂർ ഗോപാലകൃഷ്ണൻ സാറും ശ്രീകുമാരൻ തമ്പി സാറും മധുസൂദൻ നായർ സാറും അടക്കം പങ്കെടുക്കുന്ന, ഗോവ ഗവർണർ അടക്കം പങ്കെടുക്കുന്ന യാത്രയപ്പ് സമ്മേളനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ. അപ്പൊ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും ചോദിക്കാനോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരമാണ്. സാർ ഒരു കാര്യം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഞാനിപ്പോ ഓർമ്മിക്കുന്നത് ഈ ഹരികുമാർ സാറിന്റെ ആണെന്ന് തോന്നുന്നു, നവാദ്വൈതം എന്നൊരു സിദ്ധാന്തം കൊണ്ടുവന്നു.
എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും. നവാദ്വൈതം എന്നൊരു സിദ്ധാന്തം കൊണ്ടുവന്നു. പക്ഷെ ഈ പറഞ്ഞതുപോലെ അദ്വൈതം. അത് ശോഭിക്കുന്നില്ലാതെ വന്നു. അത് എന്ന് വെച്ചാൽ ആരും അത് നമ്മുടെ ഗവേഷണ രംഗത്തേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ പറഞ്ഞതുപോലെ അധികാരത്തിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ ഇത് പലതും നിലനിൽക്കുന്നത്. അപ്പൊ അത് ഭരത് സാർ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് ആ ഒരു സിദ്ധാന്തത്തിനോട് അത്രയും പ്രതിപത്തി വരാത്തതും ആകാം. എന്തായിരുന്നാലും അങ്ങനെ ചെറിയ രൂപപ്പെടലുകൾ ഒരു ഉദാഹരണം ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അശോക് ഡിക്രൂസിൻ്റെ എനിക്ക് വളരെ ഇഷ്ടമായി. അതിൽ എനിക്ക് ഒരു ചെറിയ കാര്യമേ പറയാനുള്ളൂ. റിസർച്ച് പ്രപ്പോസലിനോട് നമ്മൾ ചേർത്ത് വെക്കുന്ന സാധനം ഈ ചാപ്റ്റർ ഡിവിഷൻ പോലുള്ള കാര്യങ്ങളല്ല, നേരെ മറിച്ച് ഹൈപ്പോത്തസിസ് ആണ്. ആ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഹൈപ്പോത്തസിസ് എന്ന് വന്ന ഡെഫിനറ്റ് ആയിട്ടും ഈ റിസർച്ച് പ്രപ്പോസലിന്റെ കൂടെ ഉണ്ടായേ തീരും. ആ ഹൈപ്പോത്തസിസ് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്യുന്നത്. പക്ഷെ ഹൈപ്പോത്തസിസ് ഒരിക്കലും തീസിസ് അല്ല. ഹൈപ്പോത്തസിസ് ഒരിക്കലും ചാപ്റ്റർ ഡിവിഷന് സഹായകമായ കാര്യവുമല്ല. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഹൈപ്പോത്തസിസ് കൂടുതൽ വിശദമാകും. പലപ്പോഴും ഹൈപ്പോത്തസിസിൽ ഒരുപാട് തിരുത്തലുകൾ വരുത്തേണ്ടി വരികയും ചെയ്യും. സാർ ഇപ്പൊ പറഞ്ഞതില് ഒരു ചെറിയ പ്രശ്നമില്ലേ എന്നൊരു സംശയം. ഞാൻ ഒരിക്കൽ രണ്ടാമതൊരു ടേൺ എടുക്കുന്നതിൽ ക്ഷമിക്കണം. ഹൈപ്പോത്തിസിസിൽ നിന്ന് തിസീസിലേക്ക് എത്തിക്കലാണല്ലോ ഗവേഷണം. മറ്റൊരു തരത്തിൽ നമ്മൾ ആ രണ്ട് ടേമുകളെ എടുത്തു പറഞ്ഞാൽ, അപ്പോ ഒരു ഗവേഷക വിദ്യാർത്ഥി വേണ്ടത്ര ആലോചനകളില്ലാതെ തയ്യാറെടുപ്പുകൾ ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു ഊഹം മാത്രമാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ അതേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ശക്തമായ ഒരു അഭ്യൂഹം, ചില അടിസ്ഥാന സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ടുള്ള ശക്തമായ ഒരു അഭ്യൂഹം മാത്രമാണ് ഈ പറഞ്ഞ ഹൈപ്പോത്തസിസ്. അതിൽ കവിഞ്ഞ ഇമ്പോർട്ടൻസ് അതിനില്ലാത്തത്. അതൊരു തുടക്കത്തിനുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഹൈപ്പോത്തസിൽ ഒരുപാട് തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തേണ്ടി വരും എന്നുള്ളതാണ്. ഡേറ്റ അനാലിസിസിൽ നിന്നല്ല ഈ ഹൈപ്പോത്തസിസ് ഉണ്ടാകുന്നത്. റിസർച്ച് ചെയ്യുന്നതിന് മുമ്പ് അയാൾ ഏറ്റവും കുറച്ച് ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന ധാരണയാണ് അയാളുടെ ഹൈപ്പോത്തസിസ്. ആർക്കെങ്കിലും ഇനി ചോദ്യങ്ങളുണ്ടോ? ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് നന്ദി പ്രകാശനത്തിന്റെ സമയമാണ്. നന്ദിയിലേക്ക് കടക്കാം. വളരെയധികം സന്തോഷത്തോടു കൂടി, ഒപ്പം ഒരു മാസ്മരികതയോടുകൂടിയാണ് ഞാൻ ഇന്ന് ഈ വെബിനാറിൽ ഇരിക്കുന്നത്. കാരണം ഞാനൊരു 17-18 വർഷത്തോളം പുറകിലേക്ക് ഒരു MA ക്ലാസ്സിലേക്ക് പോയി നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട, എന്റെയും ഇപ്പൊ ഈ ഗ്രൂപ്പിൽ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ജയകൃഷ്ണൻ വായ്പൂരും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ 2005-2007 ബാച്ചിൽ ബെഞ്ചമിൻ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ഒരു അനുഭൂതിയാണ് ഞങ്ങൾക്ക് സാറിന്റെ ഈ ശബ്ദം കേൾക്കുമ്പോഴുണ്ടാകുന്നത്. ഒപ്പം ഉണ്ണികൃഷ്ണൻ സാറ് ആണ് എൻ്റെ ഗവേഷണ മാർഗദർശി. അപ്പൊ സാറിന്റെയും അധ്യാപകനാണ് ബെഞ്ചമിൻ സാർ എന്നുള്ളത് വളരെയധികം സന്തോഷം പകരുന്ന കാര്യമാണ്. ബെഞ്ചമിൻ സാറിന്റെ വിദ്യാർത്ഥിയായിരുന്നു ഞാനെന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ സാറിലേക്ക് എന്നെ അടുപ്പിക്കുന്ന, എനിക്ക് അവിടെ ഒരു അഡ്മിഷൻ നേടിത്തരുന്നതിന് ഉപകരിച്ച ഘടകം എന്നുള്ളതും വളരെ നന്ദിയോടുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഈ സെഷൻ വെബിനാറിലേക്കുള്ള നന്ദി പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. ഈ വെബിനാറിന്റെ കോർഡിനേറ്റർ പ്രിയപ്പെട്ട ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, നമ്മളുടെ പ്രിയങ്കരനായ ഗവേഷണ മാർഗദർശി ഉണ്ണികൃഷ്ണൻ സാറും ഈ വെബിനാറിൽ പങ്കെടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം നമ്മളുടെ എല്ലാം ഗുരുനാഥനായ ആദരണീയനായ ഡോക്ടർ D. ബെഞ്ചമിൻ സാർ, ഡോക്ടർ KM ഭരതൻ സാർ, ഡോക്ടർ EM സുരജ സാർ, സ്വാഗതം ആശംസിച്ച ഡോക്ടർ MS സിദ്ദീഖ് സാർ, അശോക് ഡിക്രൂസ് സാർ ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. മലയാള സാഹിത്യ രംഗത്ത്, ഗവേഷണ രംഗത്ത്, നിരൂപണ രംഗത്ത് ഏറെ സംഭാവനകൾ നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനെ ആദരിക്കുന്നതിന്റെ ഭാഗമായി 19-ാം തീയതി
ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു പരിപാടിയെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. അതോടൊപ്പം തന്നെ ഗവേഷണ രംഗത്തും മറ്റ് വിമർശന രംഗത്തും സാഹിത്യ രംഗത്തും പ്രയോജനപ്രദമാകുന്ന ഒരു വെബിനാർ കൂടി നടത്തേണ്ടതുണ്ടെന്ന് ഞങ്ങളുടെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരികയും അതിൽ ഓരോ വിഷയത്തിലും ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമൂഹത്തിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന ഈ എന്നുള്ള ഞങ്ങളുടെ ഒരു തീരുമാനം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി കഴിഞ്ഞ 4 സെമിനാറുകൾ വിജയപ്രദമായി നടക്കുകയും ചെയ്തു. ഈ ഒരു സെമിനാറിൽ നമുക്ക് ലഭിച്ചത് കേരളത്തിലെ ഏറ്റവും അധികം ഗവേഷണ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ഗവേഷണത്തെ സംബന്ധിച്ച് സ്വന്തമായി കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് പ്രിയപ്പെട്ട ബെഞ്ചമിൻ. നമുക്കെല്ലാം അറിയാം, നമ്മൾ ഈ 1 മണിക്കൂർ സാറിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സാറ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊക്കെയും സാറിന്റെ സ്വന്തമായ ആശയങ്ങളാണ്. സാറിന്റെ സ്വന്തം ഗവേഷണ അനുഭവങ്ങളിൽ നിന്ന്, ക്ലാസ് റൂമിലെ പഠനത്തിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളിൽ നിന്ന്, ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുത്തപ്പോഴുണ്ടായ പോലും അനുഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് നമുക്ക് മുന്നിലേക്ക് ഇവിടെ അവതരിപ്പിച്ചത്. എനിക്കൊരു പക്ഷേ സാറ് പറഞ്ഞ കാര്യങ്ങളിൽ കുറേയധികം കാര്യങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം സാറിന്റെ ഭാഷാ ഗവേഷണത്തിന്റെ രീതിശാസ്ത്രം എന്ന പുസ്തകം, ആ പുസ്തകം ഒരു ഗവേഷണ വിദ്യാർത്ഥിയുടെ കാഴ്ചപ്പാടിൽ വായിച്ച് നോക്കി അഭിപ്രായം പറയുവാൻ സാറ് ഒരു ഗവേഷണ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അന്ന് എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ എന്നെ കുറച്ചൊന്ന് പ്രശസ്തനാക്കുകയും ചെയ്തു. ഞാൻ സാറിനോട് അതിനുള്ള നന്ദി നേരിട്ട് പറയാൻ ഇതുവരെയും കഴിഞ്ഞില്ല. സത്യത്തിൽ അതൊരു തുറന്ന വേദിയിൽ വെച്ചായിരിക്കണം എന്നെനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള ഏറ്റവും ഉചിതമായ വേദിയായിരിക്കും ഇതെന്ന് കരുതുന്നു. സാറിനോടുള്ള നന്ദി ഞാൻ വാക്കുകൾക്ക് അതീതമായി ഹൃദയത്തിൽ തന്നെ രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇന്ന് ഈ സെമിനാറിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുകയും ഈ വിഷയത്തെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായ അഭിപ്രായങ്ങൾ പറയുകയും, ഇത് ഒരുപക്ഷെ നമ്മളുടെ ഗവേഷണ മേഖലയിൽ ഇതൊരു വെബിനാർ ആണെങ്കിൽ കൂടിയും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മിക്കവരും ഗവേഷണ മാർഗദർശികളാണ്. സമീപകാലങ്ങളിൽ ഗവേഷണ മാർഗദർശികളായി മാറാൻ പോകുന്നവരാണ്. ഒപ്പം ഗവേഷണ മേഖലയിൽ കടന്നു വരേണ്ട വിദ്യാർത്ഥികളുമുണ്ട്. ഈ ഒരു വെബിനാറിൽ ഉയർന്നു വന്ന ആശയങ്ങളൊക്കെയും മാറ്റങ്ങളൊക്കെയും ഒരുപാട് തരം മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ സാംസ്കാരിക പൈതൃകത്തിൽ നിന്ന്, നമ്മുടെ ഭൂമികയിൽ നിന്ന് വേണം നമുക്ക് സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് എന്ന ബെഞ്ചമിൻ സാറിന്റെ ആശയം വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് നമ്മൾ ഇന്ന് കാണുന്ന തീസിസുകളിൽ ഒരു 95% തീസിസുകളിലും തിയറി എന്നത്, സിദ്ധാന്തം എന്നത് ഒരു അലങ്കാരമായി ഒരു ഭാഗത്തിരിക്കുകയും അതുമായി യാതൊരു പൊരുത്തവുമില്ലാതെ തുടർന്നുള്ള അധ്യായങ്ങൾ പോകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് വലിയൊരു മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മളുടെ ഗവേഷണം സാർത്ഥകമാകൂ. എന്ന് മാത്രവുമല്ല, അധ്യായങ്ങളൊക്കെ എഴുതിയതിനു ശേഷം അവസാനം തിയറി എഴുതി ചേർത്താൽ പോരെ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഗവേഷകരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന അപകടകരമായ സ്ഥിതിവിശേഷം പോലുമുണ്ട്. അപ്പം ഇത് തമ്മിൽ യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത എന്തോ ഒന്നാണെന്നുള്ള ഒരു തോന്നൽ ഗവേഷകരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതിലേക്കൊക്കെയുള്ള മാറ്റം ഉണ്ടാകേണ്ട ഒരു വലിയ ചിന്ത ഈ ഒരു വെബിനാറിലൂടെ നമുക്കിവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളത് സാർത്ഥകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെബിനാർ ഇത് ഒരു വലിയ ചിന്തയ്ക്ക് തുടക്കമായി ഇത് നമ്മുടെ സർവകലാശാലാ സ്ഥലങ്ങളിൽ മാറ്റമുണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇതിന് നന്ദി കുറിച്ച ബെഞ്ചമിൻ സാറിനോടുള്ള നന്ദിയും കടപ്പാടും ഈ വെബിനാറിന്റെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഞാൻ രേഖപ്പെടുത്തും. നമ്മുടെ ഈ ഒരു പ്രഭാഷണത്തോട്, സാറിന്റെ മുഖ്യ പ്രഭാഷണത്തോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ചത് കേരളത്തിലെ ഫോക്ലോർ മേഖലയിൽ അറിയപ്പെടുന്ന നിരവധി ഗ്രന്ഥങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള, ഒപ്പം ഗവേഷണ മേഖലയിലും ധാരാളമായി ചിന്തകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ KM ഭാരതൻ സാറാണ്. സാറ് ഇതിനകത്ത് നേരത്തെ ബെഞ്ചമിൻ സാറിന്റെ സംഭാഷണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട്, അതിനോട് യോജിച്ചുകൊണ്ട് തത്വവും പ്രയോഗവും തമ്മിലുള്ള പൊരുത്തമില്ലായ്മയും അക്കാദമികമായ ഒരു അന്തരീക്ഷം കൂടി സർവകലാശാല സ്ഥലങ്ങളിൽ ഉയർന്നു വരേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ സംസാരിച്ചു. അത് വളരെ വാസ്തവമാണ്. അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഗവേഷണത്തിൽ ഉൾപ്പെടെ പഠനത്തിൽ ഉൾപ്പെടെ അമിതമായ ഒരു കടന്നു വരുന്ന ഒരു പ്രവണത
അത് ഉചിതമല്ല എന്നുള്ളൊരു അഭിപ്രായം സാർ അവതരിപ്പിച്ച് വളരെ ശരിയാണ്. അപ്പം അങ്ങനെ നമ്മുടെ രാഷ്ട്രീയമായ അമിതമായ പ്രയോഗങ്ങൾ, അമിതമായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ സർവകലാശാല സ്ഥലങ്ങളിൽ ഗവേഷണത്തെയും സ്വാധീനിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഒരുപക്ഷെ വിഷയങ്ങൾ സ്വീകരിക്കുമ്പം പോലും അത് അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം എടുക്കുന്നതിനോ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ പഠിക്കുന്നതിനോ ഉള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ പോലും സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഉള്ള നിരവധി കാര്യങ്ങളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഉത്സാഹത്തോടു കൂടി നമ്മളോട് സംസാരിച്ച ശ്രീ കെ എം ഭരതൻ സാറിനോടുള്ള നന്ദിയും ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ രേഖപ്പെടുത്തുന്നു. ഒപ്പം പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ച EM സുരജ ടീച്ചറിനോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. നമ്മളുടെ ഗവേഷണ മേഖലയിൽ നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള അനുദിനം ലേഖനങ്ങളായും മറ്റുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട അശോക് ഡിക്രൂസ് സാറും ഇതിനകത്ത് സംസാരിച്ചു. കവിത ടീച്ചർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചിട്ടുണ്ട്. നമ്മളുടെ സ്വാഗതം പറഞ്ഞ MA സിദ്ദീഖ് സാർ തുടങ്ങി എല്ലാവരോടുമുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ഈ സെമിനാർ അവസാനിച്ചതായി അറിയിക്കുകയാണ്. മെയ് 19 നടക്കുന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും.